പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാനപ്പെട്ട പാസ്റ്റർ, ഇവിടെ വേദിയിലായിരിക്കുന്ന മറ്റ് ദൈവദാസന്മാർ, സഹോദരിമാർ, കൊയർ മെമ്പേഴ്സ്, എല്ലാവർക്കായിട്ടും ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഇങ്ങനെയൊരു അവസരം ഇവിടെ ദൈവവചനവുമായി നിൽക്കുവാൻ ഇത് വളരെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് തീരുമാനിച്ച ഒരു കാര്യമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ വലിയൊരു പദവിയായിട്ടാണ് ഞാനും കാണുന്നത്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ സഹോദരിമാർ എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഹൃദയത്തോട് വളരെ അധികം അടുത്തിരിക്കുന്ന ഒരു ദൈവം തന്നിരിക്കുന്ന ഒരു ദർശനമാണ്, ഒരു സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കൂട്ടത്തിലേക്ക് എപ്പം വരാനൊരവസരം കിട്ടിയാലും അത് കളയരുത് എന്നുള്ള താല്പര്യമാണ് എനിക്ക്. മാത്രമല്ല, കർത്താവിൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്നതൊക്കെയും പങ്കുവയ്ക്കണം, പകരണം എന്നൊരു താല്പര്യമാണ് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ളത്. എത്ര സമയം കിട്ടിയാലും അതിന് പോരാ എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളുടെ ഇച്ചിരും കൂടെ അടുത്ത് വന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇവിടുത്തെ എല്ലാ ഫീഡ്ബാക്കൊക്കെ അനുസരിച്ച് ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന് വിചാരിച്ച് ഞാനിവിടെ ആയിരിക്കുന്നു. എൻ്റെ സാക്ഷ്യം പറഞ്ഞ് തുടങ്ങിയാൽ അത് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഈ 2 സെക്ഷനുണ്ട്, ഉച്ച തിരിഞ്ഞുള്ള സമയമുണ്ടെന്നൊക്കെ പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് സമയമേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ചുരുക്കമായിട്ട് പറയട്ടെ, നിങ്ങളിൽ പലരും എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനൊരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു ആളാണ്. എന്നാൽ ഈ കർത്താവിനെ അറിയുവാനുള്ള വലിയ ഭാഗ്യം എൻ്റെ ജീവിതത്തിലും ലഭിച്ചു. ഹല്ലേലൂയ. അതൊരു ചെറിയ വിഷയമായിട്ടല്ല. നമുക്കറിയാം, പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ നമ്മൾ ജനിച്ച് വളർത്തപ്പെടുന്നു എങ്കിൽ അല്ല, ഇന്ന് പെന്തക്കോസ്ത് കുടുംബങ്ങളിൽ പോലും ജനിച്ച് വളർത്തപ്പെടുന്നവരാണ് നമ്മളെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ നേരിട്ട് കാണുന്നില്ല. അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല. വീണ്ടും ജനനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. താങ്ക് യു. അങ്ങനൊരു ഭാഗ്യം 93, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു ആളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന് പകരം ഹിന്ദിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എഴുതാൻ മലയാളം ഇപ്പോഴും അറിയത്തില്ല. 94 കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ആ പഠനത്തോടുള്ള ബന്ധത്തിലാണ് നാട്ടിലേക്ക് കടന്നു വരുവാനിടയായത്. എന്നാൽ ആ ഒരു എൻകൗണ്ടർ, നല്ലൊരു കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ആളാണ്. ചർച്ചിൽ പോകുകയും ബൈബിള് പഠിക്കുകയും സൺഡേ സ്കൂളിൽ ഫസ്റ്റ് മേടിക്കുകയും ഒക്കെ ചെയ്ത ഒരാളായിരുന്നു. എങ്കിലും സുവിശേഷത്തിൻ്റെ സത്യം ആദ്യമായി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് 93 ആ ഒരു ഇയറിലാണ്. അറിയത്തില്ല, പ്രത്യേക ഒരു ദൈവിക അനുഭവങ്ങൾ എന്താണെന്നൊന്നും അറിയത്തില്ല. പപ്പായിക്ക് വേണ്ടി മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവമേ അനുഗ്രഹിക്കണേ, ദൈവമേ നല്ല മാർക്ക് തരണേ, ദൈവമേ ഞങ്ങളെ ആപത്തിൽ നിന്നും വിടുവിക്കണമേ എന്നൊക്കെ പറഞ്ഞ് ബൈബിള് തലേണയുടെ അപ്പുറത്ത് വെച്ച് കിടക്കുന്ന ഒരു പതിവ് പോലെയായിരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടങ്ങളിൽ ചില ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊന്നും വലിയ ബുദ്ധിമുട്ടല്ലായിരുന്നല്ലോ എന്ന് തോന്നും. പക്ഷേ ആ പ്രായത്തിൽ അത് വലിയ വേദനയ്ക്കും തകർച്ചയ്ക്കും ജീവിതത്തിൽ കാരണമായി തീർന്ന ചില പ്രത്യേക സാഹചര്യത്തിൽ അങ്ങ് ചുരുങ്ങിപ്പോയി, അങ്ങ് ബ്രേക്കായിപ്പോയി. അങ്ങനെയുള്ള ഒരു സമയത്ത് ഒറ്റപ്പെട്ടപ്പോൾ മനുഷ്യരുടെ സ്നേഹം അത് എത്ര വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള ഒരു സ്നേഹമാണ് എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ചില പ്രതിസന്ധികളിൽ നമ്മൾ വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുവാൻ, നമ്മളായതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുവാനും താങ്ങുവാനും ആരുമില്ല എന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞ ഒരു പ്രത്യേക സമയത്താണ് ഭയങ്കരമായിട്ടങ്ങ്
മനസ്സിടിഞ്ഞ്, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഡിപ്രഷൻ എന്നൊക്കെ വേണേ പറയാം. അന്ന് അതൊന്നും ഒത്തിരി ആൾക്കാർക്ക് അങ്ങനെ പറയാനൊന്നും അറിയത്തില്ല. വീടിനകത്തിരുന്നു പോയ ഒരു വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ നിസ്സഹായതയുടെ മധ്യത്തിൽ എന്താണ് ഭാവി എന്നറിയത്തില്ല, ഇങ്ങനൊരു അന്നത്തെ എൻ്റെ ഒരു അനുഭവം, ഒരു ബ്ലാക്ക് കർട്ടൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വന്ന് വീണാൽ അല്ലേ മുമ്പോട്ട് എന്താണെന്ന് അറിയില്ല. ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. ദൈവം നമ്മളെ എവിടെ നിന്നാ ഉയർത്തിയതെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മളത് മറക്കരുത്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏറെ പ്രയോജനപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ താൻ പറഞ്ഞു, ഞാൻ പാപികളിൽ പ്രധാനി. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിൽ I am the least of all the apostles. ഞാൻ ഓർക്കുന്ന അന്ന് എൻ്റെ ഒരു അനുഭവം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒരു പേപ്പർ എടുത്ത് അതിങ്ങനെ ചുരുട്ടി 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 പിന്നെ നമ്മൾ അതിനെ ഒന്ന് നിവർത്തിയാൽ അതിനൊരു രൂപമുണ്ടല്ലോ. ഒരു പക്ഷേ എൻ്റെ മാനസിക അവസ്ഥയെ ആ ഒരു നിലവാരത്തിലാണ് എന്ന് പറയുവാൻ കഴിയുമായിരുന്നു. അന്ന് ഞാൻ ആ മുറിക്കകത്തിരുന്ന നിസ്സഹായതയോടെ പ്രാർത്ഥിച്ചത് ഞാൻ ഓർക്കുന്നു. കാരണം ഏറ്റവും സ്നേഹിക്കുന്ന പപ്പയും മമ്മിയും അല്ലേ, ആരൊക്കെ നമ്മുടെ അടുത്തുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരൊന്നും പോരാ എന്ന് തോന്നുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ കരയുവാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ, പള്ളിയിൽ കേൾക്കുന്ന പ്രാർത്ഥനയോ അച്ഛൻ പറയുന്നതിൻ്റെ ബാക്കി പറയാമെന്നല്ലാതെ ഹൃദയപ്രകാരം പ്രാർത്ഥിക്കാനൊന്നും നമുക്കറിയില്ല. എന്നാൽ അന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കരയുക. അതിൻ്റെ നടുവിലൂടെ ഞാൻ പറഞ്ഞു, ദൈവമേ നീ ഉണ്ടെങ്കിൽ എന്നെ നീ ഒന്ന് താങ്ങണം. കാരണം ദൈവം എന്നൊരു അറിവ് മാത്രം എൻ്റെ ജീവിതത്തിൽ ഇപ്പം പോരാ. ആ അറിവ് പോരാ, ആ മതം പോരാ, ഒരു വ്യക്തിയെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. ഞാനിങ്ങനെ വീഴാൻ തുടങ്ങുക കർത്താവേ. അപ്പോൾ ഒരു കൈ വന്നെന്നെ താങ്ങിയില്ലെങ്കിൽ ഞാനങ്ങ് താഴെ പോകും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് അറിവ് പോരാ. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വലിയ ദൈവ സാന്നിധ്യം ഞാൻ ഇരിക്കുന്ന മുറിക്കകത്തേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അന്ന് എനിക്കറിയത്തില്ല അതെന്തുവാന്ന്, എനിക്ക് അന്ന് അറിയത്തില്ല. പക്ഷേ ഒരു ഭയങ്കരമായ, എൻ്റെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം, ഞാൻ എല്ലായിടത്തും പറയുന്നതാണ്. കാരണം അന്നുള്ള അനുഭവം എങ്ങനെയാണെന്നറിയാമോ, നമ്മളൊരു ജഗ്ഗിനകത്തുനിന്ന് ഒരു കപ്പ്, നമ്മുടെയൊക്കെ ഹൃദയം എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ, ഒരു ഗ്ലാസ്, ഒരു കപ്പ് എന്നൊക്കെ വിശേഷിപ്പിക്കാനല്ലേ ഉള്ളൂ. അതിനകത്തുനിന്ന് ഇങ്ങനെ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുക. അപ്പം ഇതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞ് നിറഞ്ഞ് തുളുമ്പി കവിഞ്ഞ് പുറത്തോട്ട് പോകുന്നത് പോലെയുള്ള ദൈവസ്നേഹം. ഹല്ലേലൂയ. ദൈവസാന്നിധ്യം, സന്തോഷത്തിൻ്റെ ഒരു പരിപൂർണത, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു അനുഭവം. ഹല്ലേലൂയ. ഇറ്റ് വാസ് എ ഹെവൻലി എൻകൗണ്ടർ. എനിക്ക് എന്തുവാ നടക്കുന്നതെന്നൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ എന്താ എനിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഃഖത്തിലായിരുന്നല്ലോ, മനോവേദനയിലായിരുന്നല്ലോ. പക്ഷേ ആ ഒരു നിമിഷം കൊണ്ട് ഇതെവിടെ പോയെന്നറിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭയങ്കര സന്തോഷിക്കാൻ പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഒന്നും ഉണ്ടായിട്ടില്ല. ബാഹ്യമായ സാഹചര്യത്തിനകത്ത് എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഹൃദയം നിറഞ്ഞ് തുളുമ്പി കവിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹത്തെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരും എന്ന് വചനം പറയുന്നത് പോലെയുള്ള നിറഞ്ഞ് കവിയുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് കൊണ്ടുപോയി. ഹല്ലേലൂയ. അത് ആ ഒരു അനുഭവത്തിൽ മാത്രം നിന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ അവിടെ നിന്ന് പിന്നീട് അതൊരു യാത്രയായിരുന്നു. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഹൃദയം തുറന്നു. ഹല്ലേലൂയ. മനസ്സിലാകാനായിട്ട് തുടങ്ങി. രക്ഷയുടെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ്
നടത്തി ദൈവസ്നേഹത്തിലേക്കും ദൈവവചനത്തിലേക്കുമൊക്കെ എൻ്റെ ജീവിതം തുറക്കുവാനിടയായി. ഹല്ലേലൂയ. അതാണ് എൻ്റെ ഒരു ആരംഭം. എന്നാൽ അവിടെ നിന്ന് മുൻപോട്ട് സഞ്ചരിച്ചു. യേശു കർത്താവ് നമ്മുടെ രക്ഷകൻ മാത്രമല്ല, നമ്മുടെ കർത്താവായിരിക്കണം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നിന്നു പോകുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു, അല്ലേ? നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടി. ഇനിയും എനിക്ക് യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാം എന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ നിന്നു പോകുന്നവരാണ്. പക്ഷേ യേശു കർത്താവ് നമ്മളെ ഓർമ്മിപ്പിച്ച, തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. ശിഷ്യത്വത്തിലേക്കുള്ള ആഴമായ ഒരു വിളിയാണ് ഈ വചനത്തിലൂടെ, സുവിശേഷങ്ങളിൽ യേശു കർത്താവ് വ്യക്തമാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഇതിലേക്ക് നമ്മുടെ ഹൃദയം ഒന്നാമതൊന്ന് ഉണർത്തപ്പെടണം. നാം നമുക്ക് വേണ്ടി ഉള്ളവരല്ല, നമ്മെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. ഹല്ലേലൂയ. നാം ഇനിമേൽ നമുക്ക് വേണ്ടി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരല്ല. നാം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വന്നു എങ്കിൽ എൻ്റെ പാപം ക്ഷമിച്ചു കിട്ടി, എനിക്കിനിയും സ്വർഗത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് എനിക്ക് ചില നേട്ടങ്ങൾ ഉണ്ടായി എന്ന് മാത്രമല്ല, വില കൊടുത്ത് തൻ്റെ രക്തം കൊടുത്ത് നമ്മെ തനിക്ക് വേണ്ടി തന്നെ യേശു കർത്താവ് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അതൊരു പ്രധാനപ്പെട്ട ഒരു സെക്കൻഡ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ വിശ്വാസികളുടെ എല്ലാം ജീവിതത്തിൽ. അതൊരു അനുഭവമായി വരേണ്ടുന്ന കാര്യമാണ്. കർത്താവ് എനിക്ക് ഗുണപ്പെട്ടു, യേശുവിൻ്റെ രക്തം എനിക്ക് ഗുണപ്പെട്ടു എന്ന് പറയുവാൻ മാത്രമല്ല, എൻ്റെ ജീവിതം യേശുവിനും ദൈവരാജ്യത്തിനും ഗുണപ്പെടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. നമ്മുടെ ശരീരം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരം. ഞാനൊരു ഫൗണ്ടേഷൻ പോലെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് വുമൺഹുഡിലേക്ക് വരാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. 1 കൊരിന്ത്യർ 6-ന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ. നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാണ് ആ വചനം അവിടെ നിർത്തുന്നത്. നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവജനത്തോട് ചോദിക്കുകയാണ്. ഇന്ന് ലേഡീസ് സെമിനാർ അല്ലെ ലേഡീസ് മീറ്റിംഗ് ഞാൻ പല തലക്കെട്ടുകളിൽ ഞാൻ എടുക്കാറുണ്ടെന്നൊരു വലിയൊരു സ്ലൈഡ്, ഏകദേശം 150-ൽ പരം സ്ലൈഡുകളുള്ള ഒരു പവർ പോയിന്റ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്കൊന്നും പോകാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. പക്ഷേ കിങ്ഡം വിമൺ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന സഹോദരിമാരെ എന്നൊരു ദൂതാണ് ഈ നാളുകളിൽ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീരുകളെ തുടയ്ക്കുന്ന, നമ്മുടെ പ്രയർ ലിസ്റ്റുകളുടെ മേൽ പ്രവർത്തിക്കുന്ന, നമ്മെ സന്തോഷിപ്പിക്കുന്ന, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നാം ഒരുപാട് നാൾ അന്വേഷിച്ചു പിന്തുടർന്നു. ഹല്ലേലൂയ. എന്നാൽ അത് മാത്രമല്ല, അത് ഭാഗികമായ സുവിശേഷം മാത്രമാണ്. നമ്മളെ കൊണ്ട് പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതി ഈ സുവിശേഷത്തിന്റെ അകത്ത് ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാ. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ഹല്ലേലൂയ. ഇന്ന് പ്രാരംഭമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇടുന്ന ഒരു ചിന്ത എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. Many a times we are so filled with ourselves. പലപ്പോഴും നാം നമ്മെ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ഇത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ അല്ലേ പൈസ കൊടുത്ത് മേടിച്ച ഒരു ഹാങ്കർ ചീഫായത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ പോരണം. ഹല്ലേലൂയ.
അല്ലേ? ഇതെന്തിനാ? ഇത് വീട്ടിലിരിക്കാനാണോ? ഹല്ലേലൂയ. ഞാൻ എന്തിനാ ഇത് മേടിച്ചത്? എനിക്ക് ആവശ്യമുള്ളപ്പോൾ എൻ്റെ കൂടെ വരണം. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഗുണപ്പെടണം, ഞാൻ പറയുന്നിടത്ത് ഇരിക്കണം, ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിക്കണം. അതിനാ ചില്ലറ കാശ് കൊടുത്ത് മേടിച്ച ഈ തുവാല പോലും, അല്ലേ? ഇതിന്റെ നിയോഗം അതാ. എന്നാൽ യേശുവിന്റെ രക്തം കൊടുത്ത വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന നിങ്ങളും ഞാനും ഇനിയും നമുക്ക് വേണ്ടി തന്നെ ജീവിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ച ആ സുവിശേഷം എന്ത്? ഹല്ലേലൂയ. ഇത് അന്തിമ നാളുകളാ ദൈവമക്കളെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുമ്പോൾ തേജസ്സേറിയ മണവാട്ടിയായിരിക്കുന്ന തന്റെ സഭയെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ബന്ധപ്പെടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിന്റെ മുൻപാകെ ഇത്ര വ്യക്തതയോടെ വരച്ചു കാട്ടിയിരിക്കെ നിന്നെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാര്? ഹല്ലേലൂയ. സഭയെ തന്റെ ദൗത്യത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും എഴുന്നേൽപ്പിക്കുകയാ. ഹല്ലേലൂയ. അതിന്റെ താഴെ പറയുന്നത്, ആകയാൽ ഇങ്ങനെ ഒരു മനസ്സിലാക്കൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ, നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ കണ്ണുനീരുകളും നിങ്ങളുടെ വിഷയങ്ങളും ഇന്ന് ദൈവത്തിന് പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കുന്നു എങ്കിലും ഈ വചനത്തിൽ വരച്ചു കാട്ടിയിരിക്കുന്ന ചില സഹോദരിമാരെ പോലെ കർത്താവിന് വേണ്ടി കരയുവാനും കർത്താവിന്റെ വേദനകൾ എൻ്റെ വേദനകളായി ഏറ്റെടുക്കുവാനും, കർത്താവേ, എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ശബ്ദവും അങ്ങയുടെ രാജ്യത്തിന് ഗുണമായി തീരട്ടെ എന്ന് പറയുന്ന ചിലരെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ അന്വേഷിക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇനിമേൽ നിങ്ങൾക്കുള്ളവരല്ല, കർത്താവിതാ നിങ്ങളെ വില കൊടുത്ത് വാങ്ങിയിരിക്കുക. വെള്ളിയും പൊന്നും എന്ന് പറയുന്ന അഴിഞ്ഞു പോകുന്ന വസ്തുക്കളും കൊണ്ടല്ല, നിങ്ങളുടെ പാരമ്പര്യം കൊണ്ടല്ല, നിഷ്കളങ്കവും നിർദോഷവുമായ യേശുവിന്റെ രക്തം കൊണ്ടത്രേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ഒരു കാലങ്ങളിലാ ദൈവമക്കളെ നമ്മളായിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു വചനം പറഞ്ഞ് ഞാൻ ഇന്ന് വരെ ആ ഒരു ആശയത്തിലെങ്ങും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് എന്നെ ഓർമ്മിപ്പിച്ച ഒരു വിഷയം നിങ്ങൾക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ ദൈവം 1:27 മനുഷ്യനെ ദൈവം സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അതെ, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അത് മതി മക്കളെ. ദൈവത്തിന്റെ ബ്യൂട്ടിഫുൾ ക്രിയേഷൻ ആണ്. നമ്മളെല്ലാരും കൂടെ ചിന്തിച്ച് ആലോചിച്ചതല്ല ഇങ്ങനെ ആയിരിക്കണമെന്ന്, അല്ലേ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവനെ ആണും പെണ്ണുമായി സൃഷ്ടിക്കണമെന്ന് ദൈവം പദ്ധതിയിട്ടു. ഹല്ലേലൂയ. മാത്രമല്ല, ഇവരെ സൃഷ്ടിച്ചതിന് ശേഷം 28-ാം വാക്യത്തിൽ ദൈവം ആദ്യം ചെയ്യുന്ന കാര്യം, ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് അവരോട് കൽപ്പിച്ചു. ദൈവം ഇവരെ സൃഷ്ടിച്ച്, അല്ലേ, ഇവരെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനെ കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വ്യക്തമായി വായിക്കുന്നു. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. എങ്കിലും ഇവരെ സൃഷ്ടിച്ച് ഇവരുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ ആഗ്രഹവും ദൈവത്തിന്റെ പദ്ധതിയും ഇവിടെ വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ.
ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് ഒതുങ്ങിക്കൂടി ഞങ്ങളും ഞങ്ങളുടെ ലോകവും ഞങ്ങളുടെ സന്തോഷവും ഞങ്ങളുടെ ദുഃഖവും എന്ന് പറഞ്ഞ് ജീവിക്കുവാനല്ല, ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവമുണ്ടാക്കിയ സകലത്തിന്റെ മീതെയും വാഴുവാൻ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ആളായി, ദൈവത്തിന്റെ അംബാസഡറായി ജീവിച്ച യേശു കർത്താവ് വാഴ്ച നടത്തിയതുപോലെ രാജാക്കന്മാരായും പുരോഹിതന്മാരായും ഈ ഭൂമിയിൽ വാഴ്ച നടത്തുവാനാണ് ദൈവം അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. എന്നാല് നമുക്കറിയാം, 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം ഇവരെ ഒരു കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ്. 2:18 ആദ്യം ദൈവം സൃഷ്ടിച്ചത് ആദാമിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ചല്ല ദൈവം സൃഷ്ടിച്ചത്. ഇതൊക്കെ വെബിനാർ ക്ലാസ്സുകൾ പഠിപ്പിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇപ്പൊ പറഞ്ഞു പോകുകയാണ്. 2-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ അതിന്റെ 4 മുതൽ നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, ആദ്യം ആദാമിനെയാ സൃഷ്ടിച്ചത്. അതിനുശേഷം ഈ ആദാമിനെ ദൈവസാന്നിധ്യം പരിചയപ്പെടുത്തി ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് കൊണ്ടുവന്ന്, ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്ന് പരിശീലിപ്പിച്ച് ആ തോട്ടത്തെ നന്നായി കാക്കത്തക്കതുപോലെ ഒരു സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവന്ന് വചനം കൊടുത്ത് അങ്ങനെ ഒരു പക്വതയേറിയ ഒരു പുരുഷത്വത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനു മുമ്പുള്ള അത് വിവരിക്കാൻ ഇവിടെ സമയമില്ല. സാധാരണ നമ്മള് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ എടുക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിപ്പിക്കുന്നത്. എന്നാലും അത് വായിക്കണം. പലപ്പോഴും വിവാഹവേദികളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ നമ്മൾ ഈ ഭാഗം ശുശ്രൂഷിക്കുമ്പോൾ 2:18 മുതൽ മാത്രമേ നമ്മൾ വായിക്കാറുള്ളൂ. എന്നാൽ 4 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ദൈവം ആദ്യം ആദാമിനെ സൃഷ്ടിക്കുകയും തന്നെ പരിശീലിപ്പിച്ചൊരു പക്വതയിലേക്ക്, ഒരു കുടുംബ ജീവിതത്തിലേക്ക്, ഒരു കുടുംബത്തിൻ്റെ എന്തെല്ലാം ഗുണങ്ങൾ തൻ്റെ ജീവിതത്തിൽ വേണമോ അതെല്ലാം കൊടുത്ത് സജ്ജീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ലേഡീസ് മീറ്റിങ്ങുകൾ നമ്മൾ നടത്തുന്നു, ബാലികാ ദിനം നമ്മൾ ആചരിക്കുന്നു. പുരുഷന്മാരുടെ മീറ്റിങ്ങോ ബാലകന്മാരുടെ ദിനങ്ങളോ പൊതുവെ നമ്മൾ ആചരിക്കാറില്ല. എങ്കിലും ദൈവത്തിൻ്റെ കണക്കുകൂട്ടലിൽ ആദ്യ സ്ഥാനം പുരുഷന്മാർക്കാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥാനം അവര് കുടുംബങ്ങളിലും സഭയിലും സമൂഹത്തിലും എടുക്കാത്തിടത്തോളം കാലം സഹോദരിമാർക്ക് തൻ്റെ സ്ഥാനങ്ങളിലേക്ക് കയറുവാൻ സാധ്യമല്ല എന്നാദ്യം തന്നെ പറഞ്ഞ് ഞാൻ തുടങ്ങുകയാണ്. ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ഈ മനുഷ്യനെ നോക്കി ഏദൻ തോട്ടത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പരിചയിച്ച, ദൈവത്തിന്റെ വചനം റിസീവ് ചെയ്ത ഈ ഒരു പുരുഷൻ ആ തോട്ടം മുഴുവൻ കാക്കുവാൻ കഴിവ് തൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും ഇദ്ദേഹത്തെ നോക്കി ദൈവം പറയുകയാണ്, മനുഷ്യൻ ഏകനായി. നമുക്ക് ചേർന്നൊന്ന് പറയാം, ഈ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, നല്ലതല്ല. ഇവന് ഞാനൊരു തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും, തക്കതായൊരു തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ അതിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് വലിയൊരു, ഈ മർമ്മം വലിയത്, ഈ മർമ്മം വലിയതാണ്. ഇതൊരു മർമ്മമാണ്. ഒരു കുടുംബത്തെ കുറിച്ചും ഭാര്യയും ഭർത്താവിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് എങ്കിലും അതൊരു നിഴല് മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അതൊരു നിഴല് മാത്രമാണ്. ഇതിനകത്തൊരു വലിയ മർമ്മം അടങ്ങിയിരിക്കുന്നുണ്ട്. ആ മർമ്മം എന്താണ്? ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. ആമേൻ. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ ഇത് പറയുന്നത്. ആമേൻ. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ ഞാൻ കേട്ട ഒരു ദൈവശബ്ദം, ആദാമിനെ നോക്കി ഈ ആദാം ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല എന്ന് പറയും പോലെ, രണ്ടാം ആദാമല്ല, അവസാനത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി പിതാവാം ദൈവം പറയുന്നത് പോലെ, ഓ നീ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല. സഭ ദൈവം രൂപീകരിച്ചത് ഒരു തക്ക തുണയായി അവസാനത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാനത്രേ. ഹല്ലേലൂയ. ഇതൊരു വലിയ മർമ്മമാണ്. ആദ്യമായിരിക്കുന്ന ആദാമിനെ നോക്കി ഇവൻ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല, ഇവൻ ഒരു തക്ക തുണയെ വേണം, ഇവര് ചേർന്ന് നിന്നാൽ മാത്രമേ ഈ ഭൂമിയിൽ ഒരു കുടുംബം രൂപപ്പെടുത്തുള്ളൂ എന്ന് പറയും പോലെ, തികഞ്ഞവനായിരിക്കുന്ന അവസാനത്തെ ആദാമായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കി പിതാവാം ദൈവം പറയുകയാണ്, അതേ നീ തികഞ്ഞവൻ, എന്നാൽ നീ ഏകനായി ഇരിക്കുന്നത് നല്ലതല്ല. നിന്റെ തക്ക തുണയായിരിക്കുന്ന നിന്റെ മണവാട്ടി നിന്റെ സഹായിയായി നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അത്രേ ദൈവത്തിന്റെ പദ്ധതികൾ ഈ ഭൂമിയിൽ നിവർത്തിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനൊരു വലിയ ദൗത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സഹോദരിമാരാണ്, സ്ത്രീകളാണ്. എന്നാലും സഭ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയെയും ഒരു മണവാട്ടിയായിട്ടാണ് ദൈവവചനം നമ്മെ കാണിക്കുന്നത്. ഹല്ലേലൂയ. വലിയൊരു ദൗത്യം സഹോദരിമാരുടെ മേലുണ്ട്. ഹല്ലേലൂയ. അന്തിമ നാളുകളിൽ ഈ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ തന്നെ അതിൻ്റെ 27 മുതൽ 26 മുതൽ നമ്മളൊന്ന് വായിച്ചാല് സഭയെ കുറിച്ചുള്ള കർത്താവിന്റെ സങ്കല്പമാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും വിചാരിക്കും നാളുകൾ അങ്ങോട്ട് പോകും തോറും സകലതും വഷളത്വത്തിലേക്ക് പോകുന്നു, ജനത്തിന്റെ സ്നേഹം കുറഞ്ഞു വരുന്നു, എല്ലാവരും അവരവരുടെ വഴികളിൽ സഞ്ചരിക്കുന്നു, എന്തായി തീരുമെന്നോർത്ത് നമ്മൾ വിചാരിക്കുന്നവരാണ്. എന്നാൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവിങ്കൽ മണവാട്ടി ഇതാ തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു തേജസ്സേറിയ മണവാട്ടിക്ക് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ കർത്താവ് ഒരു ശേഷിപ്പിനെ ഈ അന്തിമ നാളുകളിൽ എഴുന്നേൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. എങ്ങനെ ഒരു മണവാട്ടിക്ക് വേണ്ടിയാ കർത്താവ് വരുന്നത്? 5:27. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. വെടിപ്പാക്കി വിശുദ്ധീകരിക്കുകയാ. ഹല്ലേലൂയ. സഭ എങ്ങനെയും ആയി പോകട്ടെ എന്ന് പറഞ്ഞ്, ഇനിയും ഞാൻ ഇവരെ കൊണ്ട് മടുത്തു, ഞാൻ തോറ്റു, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്ന ഒരു കർത്താവിനെ അല്ല നാം അവിടെ കാണുന്നത്. ഹല്ലേലൂയ. വചനത്തോടുകൂടിയ അവനവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും, കറ ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതൊന്ന് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടോ? കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ. ചേർന്ന് പറയാമോ? ഒന്നുമില്ലാതെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് ഇങ്ങനെ ഒരു മണവാട്ടിക്ക് വേണ്ടിയാ മടങ്ങി വരുന്നത്. ഹല്ലേലൂയ. പരാജയപ്പെട്ടും ചുരുങ്ങിയും
അല്ലേ? ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന ഒരു മണവാട്ടിക്ക് വേണ്ടി അല്ല കർത്താവ് വരുന്നത്. അതേ കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നവരാണ് എങ്കിൽ ഇങ്ങനെ ഒരു മണവാട്ടിയെ താൻ ഈ ഭൂമിയിൽ എഴുന്നേൽപ്പിക്കും എന്നും വിശ്വസിച്ചെങ്കിലേ മതിയാവൂ. ഹല്ലേലൂയ, ആമേൻ. എന്താ പറയുന്നത്? കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമാക്കി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു സഭയെ, ആഗോള സഭയെ ദൈവം എഴുന്നേൽപ്പിക്കുക. ആമേൻ. നമ്മുടെ ഹൃദയത്തിനകത്ത് ആ വാഞ്ചയുണ്ടാകട്ടെ, കർത്താവേ ഈ സഭയുടെ ഒരു ഭാഗമായി തീരുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ഒരു ഭർത്താവിനെയും ഭാര്യയെയും കുറിച്ചുള്ള ഒരു ലെസണാണ് ശരിക്കും പറഞ്ഞാൽ കൊടുക്കുന്നത്. ആ സഹോദരിയെയാണ് സഭയുമായി തുലനം ചെയ്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അത് നിങ്ങൾ ഒരർത്ഥത്തിൽ ഇങ്ങ് മനസ്സിലാക്കി ഇങ്ങ് വരണം. ഞാൻ വിശ്വസിക്കുക, ലാസ്റ്റ് ഡേയ്സ്, വി ആർ ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. ആമേൻ. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയല്ലേ. ഹല്ലേലൂയ. നിങ്ങൾ തലപൊക്കി ഒന്ന് നോക്കിയാൽ ഈ കാലഘട്ടത്തിന്റെ ലക്ഷണങ്ങളെ കണ്ടു കഴിഞ്ഞാൽ കാലം ഇനിയും ഏറെ ഇല്ലല്ലോ. കാന്തൻ വരാറായി, കാന്തൻ വരാറായി. അപ്പൊ നമ്മള് അല്ലേ, നമ്മുടെ പെന്തക്കോസുകാരന്റെ ഒക്കെ ഒരു ടെൻഡൻസി, നിങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നൊരു വിധത്തിൽ ഞാൻ പറയുകയാണ്, നമുക്ക് ഭയങ്കര പ്രത്യാശയാ അല്ലേ. നമ്മൾ കർത്താവേ അങ്ങ് വേഗം വരണമേ, കർത്താവേ അങ്ങ് വേഗം വരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, അതിനുവേണ്ടി നമ്മൾ പാടുന്നവരാണ്. പക്ഷെ കർത്താവ് എന്തിനു വേണ്ടിയാ വരുന്നത്? ഹല്ലേലൂയ. ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഒരു കൊച്ചു കുഞ്ഞായിട്ട് ജനിച്ചതുപോലെയാണോ കർത്താവ് രണ്ടാമത് വരുന്നത്? വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഇവിടെ 19-ാം അധ്യായമല്ലേ, എന്തിനു വേണ്ടിയാ കർത്താവ് വരുന്നത്? നമ്മൾ ആഗ്രഹിക്കുന്നത് കൊള്ളാം, കർത്താവിന്റെ വരവ് അടുത്തു എന്ന് പറയുന്നത് കൊള്ളാം, നമ്മൾ മാറാനാഥ പറയുന്നത് കൊള്ളാം, അതിനുവേണ്ടി നോക്കിപ്പാർത്തിരിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ കൊള്ളാം. പക്ഷേ മണവാട്ടിയായിരിക്കുന്ന സഭ തന്നെത്താൻ ഒരുക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ആൻഡ് ഐ ബിലീവ് ഈ അന്തിമ നാളുകളിലെ സഹോദരിമാർക്കൊരു വലിയ റോള് കർത്താവ് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ നമ്മളെ ഒരു ദൃഷ്ടാന്തമായി വെച്ചിരിക്കുമല്ലേ. സഹോദരന്മാർ അതിനകത്ത്, നിങ്ങൾ അതിന്റെ അർത്ഥത്തിൽ മനസ്സിലാക്കി വരണേ. സഭയെന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അതിനകത്തുണ്ട്. എന്നാലും അല്ലേ, സഭയെ കുറിച്ച് പഠിപ്പിക്കുന്നിടത്തെല്ലാം ഒരു ഫീമെയിൽ ജെൻഡറാണ് സഹോദരിമാരോടാ തുലനം ചെയ്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അന്തിമ നാൾ അടുക്കും തോറും അങ്ങനെ കരുത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ, ആദ്യ സ്നേഹത്തോടെ ചില സഹോദരിമാരെ എഴുന്നേൽക്കുന്നതിലൂടെ, ഹല്ലേലൂയ, അതൊരു വലിയ അടയാളമാണ്. യേശുവിന്റെ സഭ, യേശുവിന്റെ കാന്ത ഇതാ തന്നെത്താൻ ഒരുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി എഴുന്നേൽക്കുകയാണ്. ആമേൻ, ആമേൻ. പ്രവാചകൻ പറഞ്ഞതുപോലെ ഐസയ 60 അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? ആ കാലഘട്ടത്തിന്റെ അകത്താണ് ദൈവസഭ ആയിരിക്കുന്നത് അല്ലേ. സിയോന്റെ മഹത്വം വർണ്ണിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം എഴുന്നേറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലേ, പലപ്പോഴും നമ്മൾ കർത്താവിനെ അറിഞ്ഞു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവ് അഭിഷേകം പ്രാപിച്ചു, കൃപാവരങ്ങൾ നമ്മളിലുണ്ട്, നമ്മൾ സഭയിൽ വരുന്നവരാണ്, കർത്താവിനെ അറിഞ്ഞവരാണ്. പലപ്പോഴും വേണ്ടുന്നത് ഒന്നേ ഉള്ളൂ, ഒന്ന് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇരിക്കുന്നിടത്തുനിന്ന് നിങ്ങളൊന്ന് എഴുന്നേൽക്കുമോ? ഹല്ലേലൂയ.
കർത്താവ് ചോദിക്കുക, that is all that I am asking you, will you arise? ഹല്ലേലൂയ. പുതിയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്, നിങ്ങൾ ഉറങ്ങിപ്പോകരുതെന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഉറങ്ങിപ്പോകരുത്, ഒരു മയക്കത്തിനകത്തേക്ക് വന്നു പോകരുത്. 10 കന്യകമാരുടെ ഉപമയ്ക്കകത്ത് നമ്മൾ വായിക്കുന്നത് അതല്ലേ. 10 പേരും കന്യകമാരായിരുന്നു. 10 പേരുടെയും കയ്യില് ഈ വിളക്കുണ്ട്. 10 പേരും മണവാളനെ കാണാൻ പോകുകയാണ്. അവര് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കിയാൽ ചുരുക്കം, സാമ്യതകളായിരുന്നു കൂടുതലും. ഹല്ലേലൂയ. എന്നാൽ വേണ്ടും പോലെ ഒരുങ്ങാതെ പോയത് കൊണ്ട് മണവാളൻ വന്നപ്പോൾ 5 പേര് പ്രവേശിക്കുകയും 5 പേരുടെ മുൻപിൽ വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. അങ്ങനെ ഒരു എന്താ, ഉറക്കത്തിൽ നിന്നും മയക്കത്തിൽ നിന്നുമുള്ള ഒന്ന് എഴുന്നേറ്റ് വരാനാ പരിശുദ്ധാത്മാവ് നമ്മളെ, അല്ലേ, ഈ നാളുകളിൽ നമുക്ക് വേറെ ഏതാണ്ട് ഇതുവരെ ആർക്കും കിട്ടിയിട്ടില്ലാത്ത വെളിപ്പാടുകളോ, ഹല്ലേലൂയ, അല്ലേ, ആർക്കും മനസ്സിലായിട്ടില്ലാത്ത ചില മർമ്മങ്ങളോ, അതൊന്നുമല്ല ദൈവമക്കളെ. ഇരിക്കുന്നിടത്തു നിന്ന് എഴുന്നേൽക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുക. എന്താ പറയുന്നത്? എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. നീ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം, നിന്നിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ഡെപ്പോസിറ്റ്, നീ പ്രാപിച്ചിരിക്കുന്ന കൃപാവരങ്ങൾ, നീ പറയുന്ന അന്യഭാഷ, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി നിനക്ക് പോലും അറിയില്ല. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം നിന്റെ മേൽ വന്നിരിക്കുന്നു. പലതിനകത്തും നിന്നെ ഇട്ട് മയക്കി വെച്ചിരിക്കുകയാ. ഒരു പടയാളിയും സാധാരണ ജീവന കാര്യങ്ങളിൽ കുരുങ്ങിപ്പോകരുത്. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കറിയത്തില്ല, ഹല്ലേലൂയ, നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഈ രക്ഷയുടെ മഹത്വവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും കൃപാവരങ്ങളുടെ ആ തീക്ഷ്ണതയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മല്ലനായ ഒരു ഗോലിയാത്തിനെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ ഞാൻ ചിലതിലൂടെയൊക്കെ അങ്ങ് കയറി പോകുകയാ. ഹല്ലേലൂയ. മല്ലനായിരിക്കുന്ന, കണ്ടാൽ ഭയം തോന്നുന്ന ഒരു വലിയ സൈന്യത്തെ തൻ്റെ ശബ്ദം കൊണ്ടും ഗർജനം കൊണ്ടും വിറപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ഗോലിയാത്തിന്റെ മുൻപിൽ, ഹല്ലേലൂയ, ഒരു സാധാരണക്കാരനായ ദാവീദ് ബാലൻ തൻ്റെ കയ്യിലുള്ള കവണയും 5 കല്ലുകളും അതിനെ ഒന്നെടുത്ത് വിശ്വാസത്തോടെ ഉപയോഗിച്ചപ്പോൾ ഒരു മല്ലനെ താഴെ വീഴ്ത്തുവാൻ കഴിഞ്ഞു എങ്കിൽ, നീ പറയുന്ന അന്യഭാഷയും നിന്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ദൈവിക കൃപാവരങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്നതെന്ന് തിരിച്ചറിയുവാൻ ദൈവമക്കൾക്ക് കഴിഞ്ഞിട്ടില്ല. ശത്രുവിന്റെ ഭീതിയില്, ശത്രുവിന്റെ ഗർജനം കേട്ട് അങ്ങുമിങ്ങുമായി നാം ഒളിഞ്ഞു പാർക്കുകയാ. ഗിദെയോനോട് പറഞ്ഞതുപോലെ, പരാക്രമശാലിയായ ഗിദെയോനെ, വർഷങ്ങൾ ശത്രുവിന്റെ അടിമത്വം ശീലിച്ചു പോയ ദൈവജനമേ, ഒരു തലവേദന മതി നിന്നെ കിടക്കയിലാക്കുവാൻ. മക്കളുടെ ഒരു വിഷയം മതി ചില വർഷങ്ങൾ നിന്നെ മാനസിക മനപ്പീഠക്കകത്തകപ്പെടുത്തുവാൻ. ഹല്ലേലൂയ. നിന്റെ മേൽ വന്നിരിക്കുന്ന യഹോവയുടെ തേജസ്, മഹിമ ഇന്നതെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ വണ്ണം ദൈവജനമേ, നീ പല വഴിയായി പോയല്ലോ. ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക. യഹോവയുടെ മഹത്വം നിന്റെ മേൽ വന്നിരിക്കുകയാ. ഒത്തിരി ഒന്നും അന്വേഷിച്ചു പോകണ്ട ദൈവജനമേ. പുതിയത് വേണം, കേട്ടിട്ടില്ലാത്തത് വേണമെന്ന് അന്വേഷിച്ചു പോകണ്ട. നിന്റെ മേൽ വന്നിരിക്കുന്ന കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാൻ, ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഒന്ന് പറയാമോ? യഹോവയുടെ തേജസ് എന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. യഹോവയുടെ തേജസ്. ഹല്ലേലൂയ. ആ പ്രാപിച്ചിരിക്കുന്ന അന്യഭാഷയിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഹല്ലേലൂയ. രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് ഈ ഭൂമിയിൽ എന്ത് യാചിച്ചാലും ഞാനത് ചെയ്തു തരാം എന്ന് പറഞ്ഞിരിക്കെ, കുടുംബങ്ങൾക്കകത്തൊരു ശരീരമായി തീർന്ന ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരുമനപ്പെടുവാൻ ഇന്ന് കഴിയുന്നുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അയ്യോ, ദൈവം മനുഷ്യനല്ല. ഭോഷ്ക് പറയുവാൻ ഈ ദൈവം മനുഷ്യനല്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ വിളിയിലേക്ക്, നമ്മുടെ തിരഞ്ഞെടുപ്പിലേക്ക്, നമ്മുടെ ഇൻഹെറിറ്റൻസിലേക്ക്, ഓഹരിയിലേക്ക് ഒരു മടങ്ങി വരവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. താഴോട്ട് പറയുന്നത്, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. അതെ, അധികം വേഗതയോടെ നീ എഴുന്നേൽക്കേണ്ടുന്ന ആവശ്യകതയെ കുറിച്ച് പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാ ഹേമിക്കുന്നതെന്നറിയാമോ? ഇത് സാധാരണ കാലങ്ങളല്ല ദൈവമക്കളെ, സാധാരണ കാലങ്ങളല്ല. അന്ധകാരം വ്യാപരിച്ച് കണ്ണു കാണാൻ മേലാത്തതുപോലെ, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നിടം വരെ കാത്തിരിക്കരുത്. അങ്ങനൊരു സമയം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളുടെ മേൽ യഹോവയുടെ തേജസ് ഇറങ്ങി നിൽക്കേ, അതേ സമയം സംഭവിക്കുന്ന, ഒരേ സമയത്ത് സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഭൂമിയിൽ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിക്കേ, ഇത് ദൈവത്തിന്റെ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ യഹോവ ഉദിക്കും. യഹോവ ഉദിക്കും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. അവന്റെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷമാകും. താഴോട്ട് വായിച്ചാട്ടെ. ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് വാഗ്ദത്തമാണ്. അന്തിമ നാളുകളിൽ ഒരു വലിയ കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. അനേകർ മാനസാന്തരപ്പെട്ട് ഇനിയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അന്ധകാരം ഈ ഭൂമിയെ മൂടുമ്പോൾ, കർത്താവേ, ഇതിനകത്ത് അകപ്പെട്ടു പോകും മുൻപേ എന്നെ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോകണമേ എന്ന് മാത്രമല്ല ദൈവജനം പ്രാർത്ഥിക്കുന്നത്. യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കെ, ഈ ഭൂമിയിലെ വെളിച്ചമായി, ഇവിടുത്തെ ഉപ്പായി, ഭൂമിയിലെ ഉപ്പും ലോകത്തിലെ വെളിച്ചവുമായി തണ്ടിന്റെ മേൽ ശോഭിക്കുവാൻ, പട്ടണത്തിന്റെ മേൽ ശോഭിക്കുവാൻ ദൈവമക്കളെ വിളിക്കുകയാണ്. കാരണം നിന്റെ പ്രകാശയും നിന്റെ ശോഭയും കണ്ട് ജാതികൾ നിന്റെ അടുക്കലേക്ക് വരുന്ന ഒരു പദ്ധതി ഇനിയും ശേഷിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ വലിയ കൊയ്ത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവജനത്തെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ 10 വായിക്കാമോ? ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. അവരെല്ലാവരും
കർത്താവ് പറഞ്ഞ ആ വാക്കുകൾ പോലെയല്ലേ, ഇനിയും 4 മാസം ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിരിക്കണ്ട. നിന്റെ തലയൊന്ന് പൊക്കി നോക്കിയാൽ the fields are already ready for harvest. കൊയ്ത്തിന് വേണ്ടി വയലുകൾ വിളഞ്ഞു കിടക്കുകയാണ്. ഹല്ലേലൂയ. അവര് നിന്റെ അടുക്കലേക്ക് വരും. ആമേൻ. അത് വായിച്ചാട്ടോ. നിന്റെ പുത്രന്മാർ ദൂരത്ത് നിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കിൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും. സമുദ്രത്തിന്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ നമ്മൾ പറഞ്ഞു വരുന്നത്? നമ്മളൊരു മീറ്റിംഗ് ഒക്കെ കേട്ട് സഭയില് ദൈവസന്നിധിയിൽ ഇരുന്ന് കരയാനും നമ്മുടെ പ്രയാസങ്ങൾ പറയാനും നമ്മുടെ കണ്ണുനീരുകളെ തുടച്ച് നമ്മുടെ മുറിവുകളെ കെട്ടുന്ന ഒരു യേശുവിനെ നാം അറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് കർത്താവ് ചെയ്യും കേട്ടോ. ആമേൻ. നമ്മൾ മക്കളല്ലേ? മക്കളെങ്കിൽ അവകാശികളല്ലേ? മക്കളപ്പം ചോദിച്ചാൽ അതിന് പകരം കല്ല് തരുമോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉടമ്പടി ജനമല്ലേ? മുൻപേ അവന്റെ രാജ്യവും നീതിയും നിങ്ങൾ അന്വേഷിച്ചാൽ അതോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കുവാൻ ഈ ദൈവം മതിയായതാ. അത് നിങ്ങൾക്കുള്ളതാ. അതിനുവേണ്ടി ഈ ഭിക്ഷ യാചിക്കേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി ഉപവസിക്കേണ്ട ആവശ്യമില്ല. നിന്റെ ഉപവാസവും നിന്റെ പ്രാർത്ഥനയും നിന്റെ കരച്ചിലും നിന്റെ പോരാട്ടങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടിയായി മാറട്ടെ. യഹോവയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യമായി സഭയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്തിമ നാളുകളിൽ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം സഭയുടെ ആരംഭ ദിവസം പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് പകരപ്പെട്ടു അല്ലേ? നമ്മൾ പെന്തക്കോസ്തുകാര് എന്ന് വിളിക്കുന്നത് നമ്മളൊരു വർഗമായത് കൊണ്ടല്ല, നമ്മുടെ ടൈറ്റിലും തലക്കെട്ടുമല്ല, ആ അനുഭവത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വരുന്ന തലമുറയ്ക്ക് അത് കാണിച്ചു കൊടുക്കേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട്. ഇത് ഈ വിഭാഗത്തിന്റെ ടൈറ്റിലും പേരുമാണ് എന്ന് നമ്മുടെ തലമുറകൾ വിചാരിക്കാതിരിക്കട്ടെ. പെന്തക്കോസ്ത് ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഏറ്റുവാങ്ങി ആ കൃപാവരങ്ങളിൽ മുന്നേറി ജ്വലിക്കുന്ന ഒരു കൂട്ടമാണ് പെന്തക്കോസ്ത് വിഭാഗം. ഹല്ലേലൂയ. അന്ന് ഇവർ വീഞ്ഞു കുടിച്ചു മത്തരായി പോയി എന്ന് പൊതുജനം ചിന്തിച്ചിരിക്കെ പത്രോസ് അപ്പോസ്തലൻ അവിടെ എഴുന്നേറ്റ് നിന്ന് മറ്റ് 11 പേരും ചേർന്ന് നിന്ന് നടത്തിയ പ്രസംഗത്തിനകത്ത് ഈ പെന്തക്കോസ്തിന്റെ അനുഭവം ഇന്നതെന്ന് വ്യാഖ്യാനിച്ചു പറഞ്ഞ ദൈവവചനത്തിന്റെ ഒരു ഭാഗമാണ് 2-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം മുതൽ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. ഞാൻ എന്റെ ആത്മാവിനെ, അന്തിമ നാളുകൾ ഇംഗ്ലീഷിൽ ലാസ്റ്റ് ഡേയ്സ് എന്നാണ് പറയുന്നത്. അത് അന്നൊരു ദിവസം സംഭവിച്ചു, അതിനുശേഷം അത് തീർന്നുപോയി എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാഖ്യാനം സഭയുടെ ആരംഭം മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാമത്തെ വരവെങ്കിൽ അല്ലെങ്കിൽ സഭ എടുക്കപ്പെടുന്നിടം വരെയുള്ള ആ തികച്ചുള്ള കാലഘട്ടത്തെയാണ് അന്തിമ നാളുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ പകർച്ച സംഭവിച്ചു പിന്നെ നിന്നുപോയി എന്നുള്ളതല്ല. എല്ലാ കാലത്തും ദൈവം തൻ്റെ ജനത്തെ തൻ്റെ ആത്മാവിനാൽ ഉണർത്തുവാനും അവരെ ശക്തീകരിക്കുവാനും ആശ്വാസകാലങ്ങളിൽ അവരിലേക്ക് കൊണ്ടുവരുവാനും നവീകരണങ്ങൾ കൊണ്ടുവരുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ.
ആ പ്രസംഗത്തിൽ പറഞ്ഞ വ്യാഖ്യാനം ഒന്ന് വായിക്കാം. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. അവനും പ്രവചിക്കും. ഞാൻ മീതെ ആകാശത്തിൽ മതിമക്കളെ. അപ്പോ അന്യഭാഷ അടയാളത്തോടുകൂടെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ആ മാളിക മുറിയിൽ കൂടിയിരുന്ന 120 പേരുടെ മേൽ അന്ന് പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അഗ്നിനാവുകൾ ഓരോരുത്തരുടെ മീതെയും പതിഞ്ഞതായി. എന്നാൽ ഇതിന്റെ വ്യാഖ്യാനം പറയുമ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? പുറത്ത് നിൽക്കുന്ന മനുഷ്യർ ഇവരെ നോക്കുമ്പോൾ പറയുന്ന അന്യഭാഷ അവർക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ ഇവരുടെ രൂപവും ഭാവവും അവിടെ സംഭവിച്ച കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഇവര് പുതുവീഞ്ഞു കുടിച്ച് മത്തരായിരിക്കുന്നത് പോലെ ഒരു ലഹരി പിടിച്ച് മറ്റെന്തിന്റെയോ ഒരു ഇൻഫ്ലുവൻസിനകത്ത് വന്നിരിക്കുന്ന ഒരു കൂട്ടമായിട്ടാണ് ജനം അതിനെ കണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അല്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ 15-ാം വാക്യം വായിക്കാം. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ശ്രദ്ധിക്കണേ. അപ്പൊ ഇവരെ കണ്ട് ഈ അനുഭവം ഇല്ലാത്തവർ, ഇത് മനസ്സിലാകാത്തവർ, ഈ കൂട്ടത്തിനകത്തില്ലാത്തവർ, നിങ്ങൾ അങ്ങനെ ഒന്ന് സങ്കല്പത്തിൽ വിചാരിച്ചാട്ടെ. അവര് പുറത്തു നിന്ന് ഈ കൂട്ടത്തെ നോക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായ ഒരു തോന്നൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചിലതിൽ പറഞ്ഞങ്ങോട്ട് വരാൻ വേണ്ടിയാ ഇത് വിവരിക്കുന്നത്. അവര് മറ്റെന്തിന്റെയോ ലഹരിക്കകത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. അവര് വേറെ ഏതോ ഒരു ഇൻഫ്ലുവൻസിൽ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ തോന്നും, ആൾക്കാരിങ്ങനെ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അവരുടെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ചിന്തകൾ ഇന്നത് എന്ന് ഗ്രഹിച്ചിട്ട് പത്രോസ് അപ്പോസ്തലൻ ഉടനെ പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ഇവര് ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂവല്ലോ. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. യോയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അതേ വാക്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വ്യാഖ്യാനിച്ചു പറയുകയാണ്. അന്ന് പ്രവചിച്ചതിന്റെ ഒരു നിവർത്തിയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അന്തിമ നാളുകളിൽ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. എന്റെ ആത്മാവിനെ ഞാൻ പകരും. ഹല്ലേലൂയ. അന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കും എന്നത് മാത്രമല്ല, സംഭവിക്കുന്നത് താഴോട്ട് വിവരിച്ചിരിക്കുകയാണ്. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പെന്തക്കോസ്തിന്റെ അനുഭവത്തിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ നടക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പണ്ടെങ്ങോ പ്രാപിച്ച 2 അന്യഭാഷകൾ പറഞ്ഞ് കൈയടിച്ച് സ്തോത്രം ചെയ്ത് കരഞ്ഞിട്ട് പോകുവാനല്ല, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയത്തിലുള്ളതിനെ അവര് വിളിച്ചു പറയും. ദൈവത്തിന്റെ ചിന്തകളെ അവര് പ്രസ്താവിക്കും. ദൈവത്തിന്റെ താല്പര്യങ്ങൾ അവര് ദർശനങ്ങളായി കാണും. സഹോദരിമാരെ കുറിച്ച് 2 പ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുകയാണ്, അവര് പ്രവചിക്കും. ഹല്ലേലൂയ. നന്നായി സംസാരിക്കുവാൻ നമുക്ക് ദൈവം കഴിവ് തന്നിരിക്കുന്നതിന്റെ ഭാഗമായി അല്ലേ, നമ്മളിൽ നടക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പ്രവചിക്കുവാൻ കഴിയും. ഹല്ലേലൂയ.
പ്രവചനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ വിളിച്ച് അവരുടെ ഭാവി കാലവും ഭൂതകാലവും വർത്തമാനകാലവും ഒക്കെ വിവരിച്ചു കൊടുത്ത് അവരുടെ പേരും അഡ്രസ്സും പറയുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളും ദൈവത്തിന്റെ പദ്ധതികളും ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത് എന്നും ഇപ്പോൾ നടക്കുന്നതിനപ്പുറത്ത് ദൈവിക പദ്ധതികളെ കുറിച്ചുള്ള ജ്ഞാനം അവരുടെ വായിലൂടെ അവർ പറയുവാനിടയായി തീരും. ഹല്ലേലൂയ. ഒരു ഉദാഹരണം, നമുക്ക് എല്ലാവരുടെയും കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ സമയമില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് തിരിയാം. ദബോര എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ ഈ ചിന്തകളോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ, മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ ഇടയാക്കുന്ന ഒരു ഭാഗമാണ് അവര് ജീവിച്ച ആ ഒരു കാലഘട്ടം. ഓർക്കണേ, പുതിയ സുവിശേഷങ്ങളിലും പുതിയ നിയമത്തിലുമൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെയുള്ള സഹോദരിമാരെ കുറിച്ച് നമ്മൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. എന്നാൽ ഇത് പഴയ നിയമകാലമാണ്. വർഷങ്ങൾക്ക് മുൻപ് സഹോദരിമാർക്ക് അത്രയും ഒന്നും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു ദൈവ പ്രവൃത്തിയെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ എക്കാലത്തും പുതിയ നിയമത്തിൽ മാത്രമല്ല, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചപ്പോൾ തന്നെ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചതിന് ശേഷം ദൈവം സൃഷ്ടിച്ച സകലത്തിന്റെ മീതെയും ഇവര് വാഴണം എന്ന് ദൈവം ഒരു സഹോദരിയെ കുറിച്ചും പദ്ധതിയിട്ടു. ഹല്ലേലൂയ. ആ വാഴ്ചയുടെ ആ ഒരു സീഡ്, ഒരു വിത്ത് എല്ലാ സഹോദരിയുടെയും ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇത് നമുക്കൊന്ന് വായിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1 മുതൽ. വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാസോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവന്റെ സേനാപതി ജാതികളുടെ ഹരോഷ്യത്തിൽ പാർത്തിരുന്ന സീസരയായിരുന്നു. ഇതിന്റെ ചരിത്ര ഭാഗം നമുക്കറിയാമല്ലോ. ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ ഉടമ്പടി ജനമാണ് എങ്കിലും യഹോവയ്ക്ക് അനിഷ്ടമായത് ഇവര് തുടർമാനമായി ഇവരുടെ ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തില് ഇവര് ചെയ്തു പോരുന്ന ഒരു കൂട്ടമായതുകൊണ്ട് തന്നെ ശത്രുവിന്റെ കൈകളിലേക്കും അടിമത്വത്തിലേക്കും പലപ്പോഴായി ഏൽപ്പിക്കപ്പെട്ട ഒരു അനുഭവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ എല്ലാ അടിമത്വത്തിൽ നിന്നും ദൈവം അവരെ വിടുവിച്ചു. ഹല്ലേലൂയ. അവര് ദൈവത്തിന്റെ ജനമായതുകൊണ്ടും ഉടമ്പടി ജനമായതുകൊണ്ടും ദൈവം അവരെ ഒരു നാളിലും കൈവിടുകയില്ല. എന്നാൽ ഇതൊരു പ്രത്യേക കാലഘട്ടമാണ് അല്ലേ? ഭയങ്കരമായ, ഒരുപക്ഷെ ഇന്ന് എസ്തേറിന്റെ നാളുകളിൽ ശൂശ എന്ന് പറയുന്ന ആ സ്ഥാനത്തുണ്ടായിരുന്ന അതേ ഒരു ഭീതി ദൈവജനത്തിന്റെ എതിരായി ശത്രു ശക്തിയോടെ എഴുന്നേറ്റ് ഇവരെ പൂർണ്ണമായി ഇല്ലായ്മയാക്കി കളയണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു കാലമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് സമയങ്ങളെയും കാലങ്ങളെയും തിരിച്ചറിയുന്നവരായിരിക്കണം. ഇന്ന് ഭാരതദേശത്തിൽ, ഇത് കേരളമായതുകൊണ്ട് മനോഹരമായ ഈ ഒരു ആലയത്തിൽ ഇങ്ങനെ ഒരു യോഗം ക്രമീകരിക്കുവാനും അല്ലേ, ഇവിടെ ആരെങ്കിലുമൊക്കെ കയറി വരുമോ എന്നൊരു ഭീതിയില്ലാതെ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് പലർക്കും അറിയാം, ഇന്ന് ഇതേ ഭാരതദേശത്തിൽ നോർത്ത് ഇന്ത്യയുടെ പല ദേശങ്ങളില് സഭകൾ പൂർണ്ണമായി അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ആമേൻ. ഞാൻ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രസംഗിക്കാൻ പോകുന്നയാളാണ്. ഗുജറാത്തിൽ ഈ കഴിഞ്ഞ ദിവസം പോയി. എല്ലാം നമ്മളോട് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ആ യോഗത്തിന്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകുന്നത്. ഏത് സമയത്തും ഹല്ലേലൂയ സുവിശേഷ വിരോധികൾക്ക് കയറി വരുവാൻ അല്ലേ ആന്റി കൺവേർഷൻ ബില്ലുകൾ പാസ്സാക്കി കഴിഞ്ഞു. ഉത്തരാഖണ്ഡിലെ സഭകൾ അടച്ചുപൂട്ടി. വീടിനകത്തിരുന്ന് ഭാര്യയും ഭർത്താവും മക്കളും പോലും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന,
റോഡേ കൂടെ ബൈബിള് പിടിച്ചുകൊണ്ട് മനുഷ്യന് നടക്കാൻ മേലാത്ത ഒരു കാലഘട്ടത്തിനകത്തേക്ക് ഈ ഭാരതം കടന്നു വരുന്നു എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. ഞാനും എൻ്റെ കുടുംബവും ഇവിടെ സുരക്ഷിതമാണ് എന്ന് പറഞ്ഞ് ചില്ലറ വിഷയങ്ങൾക്കകത്ത് മയങ്ങിയിരിക്കുന്ന നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തു നിന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ തട്ടി എഴുന്നേൽപ്പിക്കുകയാ. ദബോരയെ പോലെയും എസ്തറിനെ പോലെയുമുള്ള ചില സഹോദരിമാരെ, അല്ല, അതേ ആത്മാവിൽ എഴുന്നേൽക്കുന്ന ചില ദൈവസഭകളെ ഈ കേരളത്തിന്റെ അകത്ത് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാ. ഏത് ദുഷ്ടതയും കണ്ട് ഭ്രമിച്ചും ഭയപ്പെട്ടും നിൽക്കാതെ ദൈവത്തിന്റെ പദ്ധതികളെ മനസ്സിലാക്കി ധൈര്യത്തോടെ എഴുന്നേൽക്കുന്ന ചിലരെ, പ്രവചിക്കുന്ന ചിലരെ, പ്രവർത്തിക്കുന്ന ചിലരെ പരിശുദ്ധാത്മാവ് അന്വേഷിക്കുക. ഹല്ലേലൂയ. ഇവിടെ സീസറ എന്ന് പറയുന്ന ആ ഒരു ആർമി കമാൻഡർ, അദ്ദേഹം 20 വർഷത്തിൽ പരമായി ഇസ്രായേൽ മക്കൾ അവിടെ അടിമത്വത്തിൽ കിടക്കുകയും അവരെ അടക്കി വാഴുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു കാലഘട്ടമാണ് ഇസ്രായേലിൽ അവിടെ സംഭവിക്കുന്നത്. 3-ാം വാക്യം. അവന് 900 ഇരുമ്പ് രഥമുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയത് കൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ നിലവിളിക്കും. പക്ഷെ എപ്പോഴാണെന്നറിയാമോ? പറഞ്ഞേ. കഷ്ടത വന്നപ്പം. ഹല്ലേലൂയ. കഷ്ടത വന്നപ്പോൾ അല്ലേ, അപ്പോഴെങ്കിലും നിലവിളിച്ചല്ലോ എന്ന് പറയാം. പക്ഷെ അത്രയും നേരം കാത്തിരിക്കേണ്ടതായിട്ടില്ല. ഹല്ലേലൂയ. ശിഷ്യന്മാരെയും വിളിച്ചുകൊണ്ട് കർത്താവ് ഗത്സമനാ തോട്ടത്തിലേക്ക് കടന്നുപോയി. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവ് അവരെ അവിടെ വിട്ടിട്ട് മുൻപോട്ട് കടന്നുപോയി. കാരണം തൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നം വന്ന് മുഖാമുഖം നിൽക്കുമ്പോൾ നെഞ്ചത്തും തലയിലും അടിച്ച് ദൈവം എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് ഭ്രമിച്ച് ചഞ്ചലിച്ച് പിന്മാറിപ്പോകുന്നവരായിട്ടല്ല ദൈവമക്കളായിരിക്കേണ്ടുന്നത്. ചില പരീക്ഷകളിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ജാഗരിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. ഹല്ലേലൂയ. ശിഷ്യന്മാർക്കും സംഭവിച്ചു, അവർ ഉറങ്ങിപ്പോയി. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മുൻപോട്ട് വരുന്ന നാളുകളിൽ യേശു ജയിച്ചു. വേദനാജനകമായ നിന്ന നിറഞ്ഞ ക്രൂശിന്റെ അനുഭവത്തിന്റെ അകത്തും യേശു ജയിച്ചപ്പോൾ ചഞ്ചലിച്ചു പോയ ഒരു കൂട്ടം ശിഷ്യന്മാരെയാ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ദൈവജനത്തോട് ഓർമ്മിപ്പിക്കട്ടെ, വേദനയിലും അടിമത്വത്തിലുമായി ശത്രു നമ്മുടെ മേൽ വാഴ്ച നടത്തുന്ന ഒരു കാലത്ത് കരയുവാൻ നമ്മൾ കാത്തിരിക്കേണ്ട. അതിനു മുൻപേ ജാഗരിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ ആ പരീക്ഷാ വേളകളിൽ നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഏതായാലും ശരി, ഇസ്രായേൽ മക്കൾ അപ്പോൾ നിലവിളിച്ച് കരഞ്ഞു, പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം മനസ്സിലാക്കാൻ ഒന്ന് 5-ാം അധ്യായത്തിലേക്ക് പോകാം. 5-ാം അധ്യായത്തിൽ 6-ാം വാക്യം, അതായത് ആ കാലഘട്ടത്തിൽ ആ ദേശത്തിലുണ്ടായിരുന്ന ഭീതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗമാണത്. 5:6. അനാത്തിൻ പുത്രനാം ശങ്കരൻ നാളിലും യായേലിന്റെ കാലത്തും പാതകൾ ശൂന്യമായി. പാതകൾ ശൂന്യമായി. വഴിപോക്കർ വളഞ്ഞ ആൾക്കാർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തതുപോലെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ ഹൃദയങ്ങളെ തുറന്ന് ഈ ദൈവവചനങ്ങൾ ഏറ്റെടുക്കണം. ചില നാളുകൾ കഴിയുമ്പോൾ ഉത്തരാഖണ്ഡിൽ മാത്രമല്ല, ഗുജറാത്തിൽ മാത്രമല്ല, ഹല്ലേലൂയ, ചില അനുഭവങ്ങളിലൂടെ ദൈവമക്കൾ കടന്നു പോകേണ്ടതായി വരും. അതിനു മുൻപേ മുൻകൂട്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില ദൂതുകളെ അറിയിക്കുകയാ. സമയമളന്നും തൂക്കിയും വന്നിരുന്ന് പ്രാർത്ഥിച്ച് സമയത്തിന് മുൻപേ എഴുന്നേറ്റ് പോകുന്ന നമ്മുടെ സഭായോഗങ്ങളും പ്രാർത്ഥനാ കൂട്ടങ്ങളും ജീവിത രീതികൾക്കകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാകട്ടെ. ഉപവാസത്തോടും പ്രാർത്ഥന
സഭയോടും നമ്മുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടിയല്ല, ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയും ദൈവസഭയുടെ മുന്നേറ്റത്തിന് വേണ്ടിയും സുവിശേഷത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയും ദൈവജനം ചേർന്നിരുന്ന് സമയം നോക്കാതെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് കരയുണ്ടെന്ന കാലങ്ങളത്രേ. എസ്തേറിനോട് പറയുന്നത് പോലെ ആരറിഞ്ഞു? ഇങ്ങനെ ഒരു സമയത്തിന് വേണ്ടി അത്രേ നിന്നെ രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്. നീ കൊട്ടാരത്തിനകത്ത് സുരക്ഷിതയാണ് എന്ന് വിചാരിച്ച് മയങ്ങിയിരിക്കരുത്. ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക്, ഇങ്ങനെ ഒരു വിശ്വാസത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, ഇങ്ങനെ ഒരു സഭയിലേക്ക്, ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നതിന്റെ പിന്നിൽ വലിയ ദൈവിക ഉദ്ദേശങ്ങളുണ്ട്. ഹല്ലേലൂയ. ആ വിളിയുടെ മുൻപിൽ എസ്തേർ സമർപ്പിക്കുകയാണ്. ഞാൻ നശിച്ചാൽ നശിച്ചു. If I perish, I perish. ഒരു തീരുമാനത്തോടുകൂടി അവിടെ എഴുന്നേൽക്കുന്ന എസ്തേറിനെ പോലെ. അതെ, നമുക്ക് മടങ്ങി വരാം ഈ ഭാഗത്തേക്ക്. അവിടെ പറയുന്നത്, യായേലിന്റെ കാലത്ത് പാതകൾ ശൂന്യമായി, വഴിപോക്കർ വളഞ്ഞ വഴികളിൽ നടന്നു. വഴിപോകന്മാര് വളഞ്ഞ ഷോർട്ട് കട്ടിലും ആരും കാണാത്തതും ഗിദിയോൻ മറഞ്ഞിരുന്നത് പോലെ ശത്രുവിന്റെ മുൻപിലൂടെ സഞ്ചരിക്കുവാൻ കഴിയാത്ത കാലഘട്ടം, വളഞ്ഞ വഴികളിലൂടെ, പാതകൾ ശൂന്യമായി, മെയിൻ റോഡുകളിലൂടെ നടക്കുവാൻ കഴിയാതെ വണ്ണം ദൈവജനത്തിന്റെ എതിരെ എഴുന്നേൽക്കുന്ന ശത്രു സൈന്യം പ്രബലപ്പെട്ട് നിൽക്കുന്ന ഭയാനകമായ ഒരു കാലഘട്ടത്തിന്റെ അകത്ത് ദൈവകൃപയോടെ എഴുന്നേറ്റ് ശോഭിച്ച ഒരു സഹോദരിയെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് തരുന്ന ദൂതുകളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. നിങ്ങളുടെ വേദനകളെ ആശ്വസിപ്പിച്ചും നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാനും, അല്ലേ, നിങ്ങളെ പാമ്പർ ചെയ്യുന്നത് പോലത്തെ ദൈവസ്നേഹത്തെ കുറിച്ചൊക്കെയുള്ള ദൂതുകൾ എനിക്ക് പറയാൻ അറിയാൻ മേലാത്തത് കൊണ്ടല്ല, കാലത്തിന്റെ പ്രത്യേകതയാ ദൈവമക്കളെ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി എന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഇനിമേൽ ഞാൻ എനിക്ക് വേണ്ടിയുള്ളവളല്ല. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇത് സകലതും എനിക്ക് നൽകപ്പെട്ടിരിക്കും. ജാതികളെ പോലെ എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും, എവിടെ പാർക്കുമെന്നോർത്ത് ദൈവജനം ഇനിമേൽ കരയരുത്. ഒരുപടി കടന്നു പറഞ്ഞാൽ അതിനു വേണ്ടി, അതർത്ഥത്തിൽ മനസ്സിലാക്കണമേ, അതിനു വേണ്ടി ഉപവസിക്കരുതേ. സമയമില്ല. ഹല്ലേലൂയ. താഴോട്ട് വായിക്കാമോ? അത് ദെബോരയായ ഞാൻ എഴുന്നേൽക്കും വരെ. അതെ, ഇത് ജയം പ്രാപിച്ചതിന് ശേഷം ഒരു ജയഗീതം പാടുന്നതിന്റെ കൂടെ ദെബോര പാടുന്ന ഒരു പാട്ടാണിത്, അല്ലേ? അത് നമുക്ക് പിന്നെ വായിക്കാം. തിരിച്ച് 4-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോൾ ഇത് സാധാരണമായ സുഖകരമായ ഒരു കാലഘട്ടത്തിന്റെ ഒരു അന്തരീക്ഷമല്ല. ഇതുപോലെ, അല്ലേ? എത്ര പേര് പുരുഷന്മാരില്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഒരിക്കലും ആരും പുരുഷന്മാരെ തുച്ഛീകരിച്ചൊന്നും കാണരുത്. അതാ ഞാൻ ആദ്യം പറഞ്ഞു പോയത്. ദൈവത്തിന്റെ പദ്ധതിയിൽ തലയായി ഇരിക്കേണ്ടുന്നത് ഒരു പുരുഷൻ തന്നെ. ഹല്ലേലൂയ. ആ സ്ഥാനം ഒരിക്കലും ഒരു സ്ത്രീ എടുക്കരുത്. ഹല്ലേലൂയ. അല്ലേ? കൂട്ടത്തിലൊരു സഹായിയായി. ഹല്ലേലൂയ. സഭ യേശു കർത്താവിന്റെ തക്ക തുണയായി നിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സഹോദരിമാരായ നാം നമ്മുടെ ഭവനത്തിൽ ഭർത്താക്കന്മാരുടെ കൂടെ തക്ക തുണയായി നിൽക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഭവനത്തിലും സഭയിലും സമൂഹത്തിലും വലിയൊരു സ്ഥാനം ഒരു സഹോദരിക്കും ദൈവം കൊടുത്തിരിക്കുന്നു. ആമേൻ. അപ്പൊ ഇവിടെ ഇങ്ങനെ അവിടെ വേറെ സഹോദരന്മാരില്ലാത്തോണ്ടല്ല. ഗോലിയാത്തിന്റെ മുൻപിൽ ദാവീദ് നിന്നപ്പോൾ അവിടെ വേറെ നീളവും വണ്ണവും ധൈര്യവും ബലവും കവചവും ഒന്നും ഇല്ലാത്ത സൈന്യം ഇല്ലാത്തത് കൊണ്ടല്ല. ഹല്ലേലൂയ. ഭയം, ഭീതി, ദൈവശബ്ദം കേൾക്കുവാൻ കഴിയാത്ത
ഒരു കൂട്ടം. ഹല്ലേലൂയ. അതിന്റെ നടുവിലാണ് പെട്ടെന്ന് ഈ ഭയാനകമായ കാര്യമൊക്കെ പറഞ്ഞതിന് ശേഷം 4-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ആ കാലത്ത് ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകനെ, ആ കാലത്ത് ചേർന്നൊന്ന് പറയാമോ? ആ കാലത്ത്, ഈ കാലമല്ല. ഇന്റർനെറ്റും മൊബൈലും സുഖസൗകര്യങ്ങളും വാഹനങ്ങളും കാശും സമ്പത്തും അല്ലേ ഉള്ള കാലമല്ല. ആ കാലത്ത് ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ഹല്ലേലൂയ. ആ ദെബോരയെ കുറിച്ച് ഞാന് 2 ദിവസത്തെ സെമിനാർ ബാംഗ്ലൂരിൽ വെച്ച് ഒരിടത്ത് അങ്ങനെ ഓർത്തോണ്ട് പോയതല്ല, പക്ഷെ പരിശുദ്ധാത്മാവ് എന്നെ ഈ ഒരു വചനത്തിന്റെ അകത്ത് നിർത്തി. അവരെ വർണ്ണിക്കുന്ന ആ ഒരു എന്താ പറയാ, ആ ഒരു സ്ത്രീയുടെ വിശേഷതകൾ അവരെ വർണ്ണിക്കുന്നതൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ആ കാലത്ത് ഒന്നാമതായിട്ട് അവർക്കുള്ള ഗുണവിശേഷത എന്തുവാ പറയുന്നത്? ഒന്നാമത്തെ നമ്പറിൽ എന്തുവാ? ലെപ്പിദോത്തിന്റെ ഭാര്യയായ. ഹല്ലേലൂയ. അല്ലേ, ഈ മീറ്റിങ്ങിന് ഒരു തലക്കെട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്കൊക്കെ എത്തിച്ചേരുമോ എന്ന് അറിയത്തില്ല. എന്നാൽ സ്ത്രീ അല്ലേ, ഭവനത്തില്, സഭയില്, സമൂഹത്തില്. ഹല്ലേലൂയ. ആദ്യം തുടങ്ങുന്നത് എവിടാ? ഭവനത്തിൽ. സാക്ഷ്യമുള്ള ഒരു സഹോദരിയായി ഇവര്. ഹല്ലേലൂയ. സെമിനാറുകളിലൊക്കെ ശരിക്കും പറഞ്ഞാല് ഈ പടികളെല്ലാം കയറി ദൈവരാജ്യത്തിൽ ശോഭിക്കുന്ന ഒരു സഹോദരിയായി തീരുന്നത് എങ്ങനെ എന്നുള്ള പഠിപ്പീരുകളാ സാധാരണ നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ എന്തു പറയുന്നത്? ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി. ഹല്ലേലൂയ. അല്ലേ, ലെപ്പിദോത്തിന്റെ ഭാര്യയായ എന്ന് പറയാമോ? അത് നമ്മളൊന്ന് ഉണരാൻ വേണ്ടി. ലെപ്പിദോത്തിന്റെ ഭാര്യയായ, the wife of ലെപ്പിദോത്ത്. ഞാൻ ഒന്ന് മാത്രം ഒന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകുക. അല്ലേ, ഒരു സ്ത്രീ ജന്മം കൊണ്ട് ഒരു പെണ്ണോ ഒരു സ്ത്രീയോ നമുക്കാകാൻ കഴിയും. എന്നാൽ ഭാര്യ എന്ന് പറയുന്നത് ഒരു വിളിയാണ്. ഹല്ലേലൂയ. വിവാഹം കഴിച്ചതുകൊണ്ടും ഒരു പെണ്ണൊരു ഭാര്യ ആകണമെന്നില്ല. ഞാൻ പറയുന്നത് അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു വിളിയാണ്, ഒരു നിയോഗമാണ്. ഒരു പെണ്ണിന്റെ, സ്ത്രീയുടെ ജീവിതത്തിൽ ചില ഗുണവിശേഷതകളും ചില മനസ്സിലാക്കലുകളും അവൾ ഏറ്റെടുക്കുന്നതിലൂടെ ഭാര്യ എന്നൊരു പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ വിളിയിൽ നിന്ന്, വിളിയിൽ വിശ്വസ്തത ആചരിച്ചവളായിരുന്നു ദെബോര, ലെപ്പിദോത്തിന്റെ ഭാര്യ. അവളുടെ ഭർത്താവിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നു അവള്. ഹല്ലേലൂയ. വീട്ടിൽ സാക്ഷ്യമില്ലാത്തവളെ പരിചയപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ പരിചയപ്പെടുത്തുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോറ എന്ന പ്രവാചകി അവിടം കൊണ്ട് അവള് നിൽക്കുന്നില്ല. അതെ, സ്ത്രീ ആയതുകൊണ്ട് വീടും നോക്കി, ഭർത്താവിനെയും പരിപാലിച്ച്, മക്കളെയും നോക്കി അതുപോരെ. നമ്മുടേതായ ചുറ്റുപാടുകളും നമ്മുടെ സമൂഹവും ഒരുപക്ഷെ നമ്മുടെ മനസ്സിലാക്കലൊക്കെ അനുസരിച്ച് ഒരു സ്ത്രീ അത്ര മതി എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് തൻ്റെ ശുശ്രൂഷകളിൽ ഉയർന്ന ഒരു സഹോദരി. ഹല്ലേലൂയ. അടുത്ത പരിചയം പറയുകയാണ്. ദെബോര എന്ന പ്രവാചകി. അവൾ ഒരു പ്രവാചകിയായിരുന്നു. ചേർന്ന് പറയാമോ? അവളൊരു പ്രവാചകിയായിരുന്നു. അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ഇത് ആ കാലത്താ, ഈ കാലത്തല്ല. അവള് ദൈവശബ്ദം കേൾക്കുന്നവളായിരുന്നു. അവള് പ്രാർത്ഥിക്കുന്നവളായിരുന്നു. ദേശത്ത് വലിയ ഭീതിയും ഭയങ്കരമായ കാര്യങ്ങൾ ചുറ്റും സംഭവിക്കുന്നു. അത് ന്യൂസ് പേപ്പറിലും വായിച്ച്, ടിവിയിലും കണ്ട്, വാട്സാപ്പിലും കണ്ട്, ആ ഭയത്തിനകത്ത് ആ വിശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കാണുന്നവരെ എല്ലാം ഭീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സഹോദരി അല്ലാതെ പോരാ. ഇതിന്റെ നടുവിലും മുട്ടും
മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച്, കർത്താവേ, സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് എങ്കിലും അങ്ങയുടെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ എന്ത് എന്ന് അന്വേഷിച്ച ഒരു സഹോദരിയായിരുന്നു ദെബോര. ഹല്ലേലൂയ. എല്ലാ കാലത്തും സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമത്രേ നമ്മുടെ ദൈവം. അതേ ജനം അടിമത്വത്തിലേക്ക് പോയെങ്കിൽ എന്ത്, ശത്രു പ്രബലമായി നിൽക്കുന്നത് എങ്കിൽ എന്ത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കരം കുറുകിപ്പോയിട്ടില്ല. തന്റെ ജനത്തിന് വേണ്ടി എല്ലാ കാലത്തും ജാഗരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ദൈവമത്രേ ഇസ്രായേലിന്റെ ദൈവം. ഒരു ജനം മടങ്ങി വരുമെങ്കിൽ, ദൈവശബ്ദം കേൾക്കുമെങ്കിൽ, അതിനോട് ചേർന്ന് നിൽക്കുമെങ്കിൽ, ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഹല്ലേലൂയ. ചോദ്യം ഇതേ ഉള്ളൂ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ പെട്ടുപോകുന്ന ഒരു കൂട്ടമാണോ നമ്മൾ, അതോ അതിന്റെ നടുവിൽ ദൈവശബ്ദം കേൾക്കുവാൻ കഴിയുന്നവരാണോ നമ്മൾ? ഹല്ലേലൂയ. മാത്രമല്ല, അവര് പ്രവാചകിയായിരുന്നു. എല്ലാ മുറിക്കകത്തും സഭയ്ക്കകത്തും മാത്രമങ്ങ് ഇരുന്നേക്കാമെന്നല്ല അവരുടെ വിളിയുടെ പ്രത്യേകത. അവർ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. ഹല്ലേലൂയ. അവർ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. സ്ഥിരമായി എല്ലാ ദിവസവും ദൈവം കൊടുത്ത താലന്തുകളെ അവൾ വ്യാപാരം ചെയ്യുന്നവളായിരുന്നു, പൊതു പ്രയോജനത്തിനായി. ഹല്ലേലൂയ. അങ്ങനല്ലേ നമ്മൾ വായിച്ചിട്ടുള്ളത്, അല്ലേ? സഭയ്ക്കകത്ത് വിവിധമായ കൃപാവരങ്ങൾ ദൈവജനത്തിന്റെ മേൽ ദൈവം അയക്കുന്നത് സഭയുടെ പൊതു പ്രയോജനത്തിനത്രേ. എനിക്കിന്നതുണ്ട് എന്ന് പറഞ്ഞിരിക്കുവാനല്ല. ദൈവം കൃപാവരങ്ങളെ തന്നിട്ടുണ്ട് എങ്കിൽ അതിനെ ജ്വലിപ്പിക്കുവാനും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനും അത് മുഖാന്തരം ദൈവസഭ പണിയപ്പെടുവാനും ഏൽപ്പിച്ചു കൊടുക്കുന്നവർ. അവരെന്തുവായിരുന്നു ചെയ്തത്? ഓർക്കണമേ, ഈ കാലമല്ല, അത് ആ കാലമായിരുന്നു. ഹല്ലേലൂയ. നടന്നാണോ കുതിരയുടെ പുറത്താണോ എങ്ങനാ വന്നേ നമുക്കറിയില്ല, അല്ലേ? വായിച്ചേ താഴോട്ട് 5-ാം വാക്യം. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമയ്ക്കും ബെഥേലിനും മധ്യേയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഹല്ലേലൂയ. അല്ലേ? റെന്റിനൊരു സ്ഥലമൊക്കെ എടുത്തെന്ന് പറയുന്ന പോലെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഭർത്താവിന്റെ അനുവാദത്തോടെ വരണമെങ്കിൽ വീട്ടിലെങ്ങനെ നിൽക്കണം? നിൽക്കണ്ടേ? ഹല്ലേലൂയ. അതിനുശേഷം അവള് വരിക. ഇത്രയും പെട്ടെന്ന് നമ്മളൊക്കെ ഇന്ന് ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന പോലെ, അല്ലേ? പല മേഖലകളിൽ ഇന്നത്തെ കാലഘട്ടം വെച്ച് പറഞ്ഞാൽ വേറെ ഒത്തിരി ഉണ്ട്. പക്ഷേ വ്യത്യാസമില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഒക്കെ പുറമേയുള്ള സാഹചര്യങ്ങൾക്കകത്ത് വ്യത്യാസം വന്നു എങ്കിലും ദൈവത്തിന്റെ വഴികൾക്ക് വ്യത്യാസമില്ല. ഹല്ലേലൂയ. ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ തന്റെ പദ്ധതികൾക്ക് വേണ്ടി ശക്തമായി ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി അന്നും ഇന്നും ഒരുപോലെയാണ്. ഇവൾ എത്രയും പെട്ടെന്ന് രാവിലെ, അല്ലേ? നമുക്ക് ഡ്യൂട്ടിക്കൊക്കെ 8 മണിക്ക് എത്തണമെങ്കിൽ നമ്മളെപ്പോ എഴുന്നേക്കണം? വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കാതെ ലഞ്ചും ഉണ്ടാക്കി വെക്കാതെ നമുക്ക് ഇറങ്ങാൻ പറ്റുമോ ശുശ്രൂഷയ്ക്ക്? അപ്പോ എന്താ സദൃശവാക്യം 31 സൽഗുണപൂർണയായ സഹോദരിയുടെ ജീവിതത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഗുണവിശേഷതയുള്ള ഒരു സഹോദരിയാണിവൾ. അധികാലത്ത് എഴുന്നേറ്റ്, ഹല്ലേലൂയ. സദൃശവാക്യം 31 എപ്പോഴും മനസ്സിൽ വെച്ചോണം. അവള് എന്താ? വെർച്വസ് വുമൺ. മലയാളത്തിൽ എങ്ങനെ അതിനെ പറയുന്നേ? സാമർഥ്യമുള്ള. ഞാൻ എപ്പോഴും പറയും നമ്മുടെയൊക്കെ ഭാഷയിൽ അവള് സാമർഥ്യക്കാരിയാണെന്ന് പറയുമ്പം അതൊരു മോശമായ രീതിയിലാണ് നമ്മൾ പറയുന്നത്. അവൾ ഇച്ചിരി അഹങ്കാരിയാ, ഓവറാ, അല്ലേ? പക്ഷെ വചനത്തിൽ അതിനെ നല്ല അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സാമർഥ്യമുള്ള. അതിന്റെ താഴോട്ട് അതൊക്കെ വലിയ ബൈബിൾ സ്റ്റഡിയാ. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എൻ്റെ വെബിനാറിന്റെ മുഴുവൻ സ്ലൈഡുകളും നിഷ സിസ്റ്ററിനെ ഏൽപ്പിക്കുന്നു. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ. നിങ്ങളുടെ ഇടയ്ക്ക് അത് ഷെയർ ചെയ്യണം, പഠിക്കണം. ചെറിയ ലേഡീസ് ഗ്രൂപ്പിലെല്ലാം അതൊത്തിരി പഠിക്കാനുണ്ട്. എന്തുവാ അവൾ
ദബോരയെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാം നമുക്കല്ലേ. രാവിലെ എഴുന്നേറ്റ് വീട്ടിലെല്ലാം വെച്ച് പിറക്കി റെഡി ആസ്കി ഫ്ലാസ്കി ചായയും വെച്ച് 10 മണിക്കത്തുള്ള ചായയും വെച്ച് രാവിലത്തെ ഉച്ചക്കത്തെ ഒക്കെ ഉണ്ടാക്കി മിറ്റമൊക്കെ തൂത്ത് അടുക്കളയൊക്കെ വൃത്തിയാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്തിട്ടാണോ ഇറങ്ങി വരാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അല്ല, സഹായിക്കാൻ ഒരു ചേച്ചിയെ വെച്ചിട്ടുണ്ട് ഇപ്പം. ഞാൻ പറയും എനിക്ക് ചെയ്യാൻ പറ്റാത്ത എൻ്റെ ഭർത്താവ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമായി ഇപ്പം. ശരിയല്ല മക്കളെ അത്. ഹല്ലേലൂയ. ഭർത്താവിന് ചെയ്യാൻ വേറെ ജോലിയുണ്ട്. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ഇപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഒന്നാമത് എന്തിന് ഞാൻ ഈ കൗൺസിലിംഗ് മേഖലയിലും കൂടെ ഇറങ്ങിയത് കൊണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ്, ലോകപ്രകാരമുള്ള ഒരു ഈവിൾ സ്പിരിറ്റായി. ഈ കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനമാണ് ഫെമിനിസം, അല്ലേ? എന്തിന് വിവാഹം? പുരുഷനോട് ഞാൻ തുല്യം. അതെ, സ്ത്രീയെയും പുരുഷനെയും തുല്യമായി ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ആ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു സത്യമായിരിക്കുമ്പോൾ തന്നെ ദൈവം അവരെ വ്യത്യസ്തമായി സൃഷ്ടിച്ചു എന്നുള്ളതും വചനത്തിന്റെ പഠിപ്പീരാണ്. ഹല്ലേലൂയ. ദൈവം അവർക്ക് അല്ലേ ഒരു ദൈവിക ക്രമം കുടുംബത്തിന്റെ അകത്ത് ദൈവം കൊടുത്തിട്ടുണ്ട്. അത് നമ്മള് എത്ര മോഡേൺ ആയാലും എത്ര പഠിത്തം പഠിച്ചാലും അത് മാറ്റാനും തിരിക്കാനും ഒന്നും നമുക്ക് അനുവാദമില്ല. ഹല്ലേലൂയ. പിള്ളേര് പറയുന്ന ആന്റി ഞങ്ങൾ രണ്ടുപേരും ജോലിക്കാരായി, ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ ഞാൻ എന്തോ ചെയ്യുന്നുണ്ട്, എന്റെ ശമ്പളവും കൂടുതലാണ്. ഞാൻ രാവിലെ ഇറങ്ങിപ്പോയാ 10 മണിക്ക് ഞാൻ തിരിച്ചു വരുന്നത്. പിന്നെ ഇദ്ദേഹത്തിന് ചോറും കറിയും ഉണ്ടാക്കിയാൽ എന്താന്നാ ചോദിക്കുന്നത്. ഉണ്ടാക്കുന്നതിനകത്ത് തെറ്റില്ല. നമ്മൾ പരസ്പരം എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പാത്രമൊക്കെ കഴുകി തരും, അല്ലേ? ചെയ്യരുതെന്നല്ല. ഹല്ലേലൂയ. പക്ഷെ അതൊരു ചിന്താഗതിയാണ്. ആമേൻ. ഹല്ലേലൂയ. വീട്ടുകാര്യങ്ങൾ ആ ഭാഗത്തോട്ടൊക്കെ പോകാൻ സമയം കിട്ടുമോ ഉച്ചതിരിഞ്ഞുള്ള സമയത്ത്? തീത്തോസിന്റെ ലേഖനം നമ്മളെ എന്തുവാ പഠിപ്പിക്കുന്നത്? തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായമാണ്. സഹോദരിമാര് അല്ലേ, സഭയ്ക്കകത്ത് യൗവനക്കാരികളെ എന്തെല്ലാം നമ്മൾ പരിശീലിപ്പിക്കണം എന്ന് വ്യക്തമായി ഒരു സിലബസ് പറയുന്നത് പോലെ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ് പുതിയ നിയമത്തിന്റെ അകത്ത്. അത് ആസ്പദമാക്കിയാണ് ഞാൻ സാധാരണ പഠിപ്പിക്കാറുള്ളത്, അല്ലേ? അവിടെ എന്തൊക്കെയാ പറയുന്നത്? ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് നീയോ പത്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും. വൃദ്ധമാരെന്നുള്ളത് എടുക്കുന്നത് ടൈറ്റസ് ചാപ്റ്റർ 2 4-ാം വാക്യം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാർത്തികളെ ഭർതൃപ്രിയന്മാരും. അതെ, അതിനു മുൻപ് യൗവനക്കാരികളെ എന്ത് പഠിപ്പിക്കണമെന്ന് പറയുന്നു? പ്രായമുള്ളവരുടെ ജീവിതവും നടപ്പും മാതൃകാപരമായിരിക്കണമെന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാതൃകയില്ലാതെ അടുത്ത തലമുറയെ പഠിപ്പിക്കാൻ പോയി അവര് കേൾക്കുമോ? പഠിപ്പിക്കുന്നതിനെ കാട്ടിലും അടുത്ത തലമുറയ്ക്ക് ഇന്ന് വേണ്ടുന്നത് ചില ജീവിത സാക്ഷ്യങ്ങളാ. ഒരു തിമോത്തിയോസ് എഴുന്നേൽക്കണമെങ്കിൽ ഒരു പൗലോസ് മാതൃകയായി വേണം. ഹല്ലേലൂയ. അപ്പോ മുതിർന്നവർ അല്ലെങ്കിൽ ഓൾഡർ വുമണിനെ മലയാളത്തിൽ എങ്ങനെ പറയുന്നത്? വൃദ്ധമാരെന്ന് പറയുമ്പം പ്രായമുള്ളവർ എന്ന് മാത്രമല്ല, ക്രിസ്തുവിൽ പക്വതയുള്ളവർ. അവരുടെ ഗുണവിശേഷതകൾ പറയുന്നുണ്ട്. പിന്നെ ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരികളെ, അതൊരു ലിസ്റ്റാണ്, എല്ലാരും കേട്ടോ. ഭർതൃപ്രിയമാരും അവരെ പഠിപ്പിക്കണമെന്ന്. ഇതൊക്കെ പഠിപ്പിക്കണം. ഇത് അടുത്ത തലമുറയിലേക്ക് ഇതൊരു ആർട്ടാണ്. അവരെ ഇത് പഠിപ്പിക്കണം. നമ്മൾ ചെയ്യുന്നതേ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെയാ? ഭർതൃപ്രിയമാരും ഭർത്താവിനെ എങ്ങനെ സ്നേഹിച്ച് ശുശ്രൂഷിക്കണം, മക്കളെ എങ്ങനെ സ്നേഹിക്കണം. സുബോധം ഉള്ളവർ. ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക്കാണ്, അല്ലേ? സുബോധമുള്ളവരും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും. അതെന്തോ വായിച്ചേ ഇപ്പൊ? വീട്ടുകാര്യം നോക്കുന്നവരും. ഹോം
ഹോം മേക്കേഴ്സ്. ദൈവം പ്രത്യേകമായി, അതൊരു ഭാരമല്ല അല്ലേ? സ്ത്രീകൾക്ക് മാത്രമേ ഗർഭം ധരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും പോലെ വ്യത്യസ്തമായ കഴിവുകളും ഗുണങ്ങളും ദൈവം തന്നിരിക്കുന്നതിനകത്ത് നമ്മൾ ചെയ്താലേ ചിലതൊക്കൂ. ഹല്ലേലൂയ അല്ലേ? നമ്മൾ ചെയ്താലേ ചിലത് ഒക്കൂ. അതൊരു നിന്നയായിട്ടും ഞാനെന്തിനാ തൂക്കുന്നേ എന്നല്ല നമ്മൾ അതിനെ ഞാൻ തൂത്താലേ ഒക്കത്തുള്ളൂ. ഭർത്താവ് തൂക്കരുതെന്നൊന്നും അല്ലല്ലേ, കൊച്ചു പിള്ളേരൊന്നും എന്നോട് പിണങ്ങരുത്, അങ്ങനെ അല്ല ഞാൻ പറയുന്നത്. പക്ഷെ വീട്ടുകാര്യം നോക്കുന്നതിൻ്റെ ഒരു പ്രത്യേക കൃപാവരം തന്ന സഹോദരിമാരെ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഇതൊക്കെ യൗവനക്കാരികളെ പഠിപ്പിക്കണമെന്ന്. അപ്പം സഭയിലുള്ള മുതിർന്ന സഹോദരിമാർക്ക് വലിയ ശുശ്രൂഷയുണ്ട്. ഇത് പാസ്റ്ററങ്ങളിൽ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരു സഹോദരിക്കല്ലേ, ഒരു സഹോദരിയുടെ ജീവിതം. ഒരിപ്പം പാസ്റ്ററങ്ങളിന് യൗവനക്കാരെ എഴുന്നേൽപ്പിക്കാം. പൊതുവായിട്ട് വചനത്തിനകത്തുനിന്ന് കുടുംബജീവിതവും സഹോദരിയുടെ ജീവിതത്തിൽ എന്ത് വേണമെന്ന് പഠിപ്പിക്കാം. പക്ഷേ പൗലോസ് പറഞ്ഞു, തിമോത്തിയോസിനോട് പറഞ്ഞു, നീ എന്നെ നോക്കി ഇമിറ്റേറ്റ് മീ എന്ന് പറഞ്ഞതുപോലെ എന്നെ പോലെ നീ ആയിത്തീരണം എന്ന് യൗവനക്കാരികളിലേക്ക് കൈമാറ്റം ചെയ്യണമെങ്കിൽ ചിലർ മാതൃകയായി, ചില മാതാക്കൾ ദൈവസഭകൾക്കകത്ത് എഴുന്നേൽക്കണം. ആ ശുശ്രൂഷ വേറെ ആർക്കും നിവർത്തിക്കുവാൻ കഴിയത്തില്ല. ഇത് പൗലോസ് അപ്പോസ്തലൻ തന്റെ ആത്മീയ പുത്രനായിരിക്കുന്ന തീത്തോസിന് ക്രേത്തയെന്ന് പറയുന്ന സഭയുടെ ഒരു പാസ്റ്ററായിട്ട് താൻ ഇരിക്കുമ്പോൾ, ഈ ലേഖനം എഴുതുമ്പോൾ സഭയ്ക്കകത്ത് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കേണ്ടുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. യൗവനക്കാരികളെ ആര് പഠിപ്പിക്കണം? സഭയിലുള്ള മാതാക്കൾ, സഭയില് ക്രിസ്തുവിൽ പക്വത പ്രാപിച്ച അമ്മമാർ, അവരുടെ ജീവിതത്തിൽ പക്വതയേറിയ സഹോദരിമാർ യൗവനക്കാരികളെ ഈ കാര്യങ്ങൾ ശീലിപ്പിക്കണം. ഹല്ലേലൂയ. നമുക്ക് മടങ്ങി ദബോരയിലേക്ക് വരാം. നമുക്ക് അല്പം നിമിഷങ്ങൾക്കകത്തും തന്നെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കണം. വീണ്ടും നമുക്ക് അവിടേക്ക് വരാം. ജഡ്ജസ് ചാപ്റ്റർ 4 അല്ലേ? അപ്പൊ ഇവരുടെ ജീവിതത്തിൽ അവരുടെ ആ പരിചയപ്പെടുത്തലിനകത്ത് തന്നെയുണ്ട് ഒരു ലേഡീസ് സെമിനാർ, ഒരു 2 ദിവസത്തെ എടുക്കാനുള്ള കാര്യം അതിനകത്തുണ്ട്. പണിയപ്പെട്ട ഒരു ജീവിതമാണ്. ഹല്ലേലൂയ. വെറുതെ ഇങ്ങോട്ട് കയറി സ്റ്റേജിൽ കയറി മൈക്കെടുക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന അതുണ്ടല്ലോ, മറ്റുള്ളവരുടെ മുൻപിലുള്ള അതൊന്നും അല്ല ദൈവസന്നിധിയില്. ഹല്ലേലൂയ, ആമേൻ. പണിയപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഉടമയായിരുന്നു ദബോര. ഹല്ലേലൂയ. ദൈവത്തിന് കരങ്ങളിൽ എടുക്കണമെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെങ്കിൽ ചിലതിലെല്ലാം പരിശീലനം പ്രാപിച്ച് പക്വതയേറി ജീവിതത്തിൽ ഒരു സാക്ഷ്യമുള്ളവരായിരിക്കണം നമ്മൾ. ഒരു വീട് പണിയുമ്പോൾ അതിന് അടിസ്ഥാനമില്ല എങ്കിൽ അതിനെ നന്നായി പണിതു ഉയർത്തുവാൻ കഴിയില്ല എന്ന് പറയും പോലെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിരിക്കണം സഹോദരിമാരെ. ഹല്ലേലൂയ. അപ്പോ അവരെന്തുവാ സ്ഥിരമായി എന്തോ ചെയ്യുമായിരുന്നു? മക്കളെ 5-ാം വാക്യം. അവൾ എഫ്രൈം പർവ്വതത്തിൽ രാമിക്കും ബെഥേലിനും മധ്യയുള്ള. അതെ, ഇത് മനസ്സിൽ വെറുതെ ഒന്ന് സങ്കല്പിച്ചേ. ആ കാലത്ത്, ഏത് കാലമാ? ആ കാലം ഒന്ന് സങ്കല്പിച്ചേ. ഇന്ന് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഇവിടെ 10 മണിക്ക് യോഗം ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്ന് ഇവിടെ വന്നിരിക്കാൻ തന്നെ നമുക്ക് എന്തോ ഒരു അല്ലേ? അപ്പൊ ഇവരുടെ ആ മോട്ടിവേഷൻ ആലോചിച്ച്, ഇവരുടെ ആ പാഷൻ. ഹല്ലേലൂയ. ഇവർക്ക് വീട്ടിലെങ്ങാണോ ഇരുന്നാ പോരെ? ഇവർക്ക് വീട്ടിലെങ്ങാണോ ഇരുന്നാ പോരെ? എന്തിനായി എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? ഹല്ലേലൂയ. അവൾ ദൈവത്തിന് വേണ്ടി ഉള്ളവളാണ് എന്നൊരു ബോധ്യം അവളെ ഭരിക്കുകയാ. അവിടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം അവളെ ചലിപ്പിക്കുകയാ. ചുറ്റും അന്ധകാരം മൂടുമ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കുവാനുള്ള ദൈവത്തിന്റെ വിളി അവളെ ചലിപ്പിക്കുകയാ. അവളുടെ മേൽ അന്ന് ഓർക്കണം, പരിശുദ്ധാത്മാവ് ഉള്ളിൽ ഇല്ലാത്ത കാലമാ, അന്യഭാഷ ഇല്ലാത്ത കാലഘട്ടമായത്.
പരിശുദ്ധാത്മാവിന്റെ സ്വാധീനം മുകളിൽ നിന്നും പുറത്തു നിന്നും ഒരു ദൈവത്തിന്റെ വിളി അനുസരിച്ച് വ്യാപരിക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ. അവൾ ഇറങ്ങുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു ദർശനത്താൽ സഹോദരിമാര് പിടിക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാ, പ്രാർത്ഥിക്കുകയാ. കർത്താവെ, അങ്ങേക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയായി എന്നെ മാറ്റണമേ കർത്താവേ. എനിക്ക് തന്നിട്ടുള്ള കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുവാനും വ്യാപാരം ചെയ്യുവാനും അനേകർക്ക് അനുഗ്രഹമായി തീരുവാനും കർത്താവേ എന്നെ ഒന്ന് ചലിപ്പിക്കണമേ. ഇതാ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്നും എഴുന്നേൽക്കുകയാണ്. എന്റെ വിളിയും തെരഞ്ഞെടുപ്പും ഈ നാളുകളിൽ അധികം കർത്താവേ ഉറപ്പിക്കുവാൻ ഞാൻ എഴുന്നേൽക്കുന്നു എന്ന് പറയുന്ന ഒരു ദൈവശബ്ദം. ഹല്ലേലൂയ. ഓർക്കണേ, ഇവരങ്ങനെ വന്നു. മാത്രമല്ല, പ്രവാചകിയായതുകൊണ്ടും ദൈവശബ്ദം, നിങ്ങൾ ഇതൊക്കെ ഒന്ന് സങ്കല്പിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തുവാണെന്നറിയാമോ? അവളുടെ പ്രാർത്ഥനാ മുറിയിൽ അവൾ ഒരു ദൈവശബ്ദം കേട്ടു. ഹല്ലേലൂയ. അല്ലേ, അടിമത്വത്തിന്റെ പഴക്കം, ദൈവത്തിന്റെ കരം അത് നിമിത്തം കുറുകിപ്പോകുമെന്ന് വിചാരിക്കരുത്. 20 സംവത്സരം ദൈവത്തിന്റെ ജനം അടിമത്വത്തിലാണ്, ഭീതിയിലാണ്. എങ്കിലും ദൈവം ഇതാ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. അവരെന്തുവാ കേട്ടതെന്നറിയാമോ? 6-ാം വാക്യം ഒന്ന് വായിക്കാമോ? അവൾ അബിനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. കണ്ടോ, അന്ന് അവിടെ ആർക്കും തോന്നാത്ത ഒരു കാര്യം. ഇതാരാ പറയുന്നത്? ഒരു സഹോദരി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാ പെട്ടെന്ന് ആക്സിഡന്റലായിട്ട് അവളുടെ മേൽ കയറി വന്ന ഒരു കാര്യമല്ല. പടി പടിയായി ദൈവത്തിൽ പണിയപ്പെട്ട, സ്ഥിരമായി ദൈവത്തോട് കൂടെ നടക്കുന്ന ശീലമുള്ള, തന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിച്ച് അതിനെ വ്യാപാരം ചെയ്യുന്ന ഒരു സഹോദരിയുടെ ദൈനംദിന ജീവിതത്തിനകത്ത്, പ്രാർത്ഥനാ മുറിക്കകത്ത് കേട്ട ഒരു ദൈവശബ്ദമാണിത്. നിങ്ങൾക്ക് ജയം തരാൻ സമയമായി. സൈന്യത്താലെ അല്ല, ശക്തിയാലെ അല്ല, എന്റെ ആത്മാവിനാൽ തന്നെ. നിങ്ങളൊന്ന് എഴുന്നേൽക്കുമെങ്കിൽ, നിങ്ങളൊന്ന് ഒരുങ്ങുമെങ്കിൽ, ദൈവജനമേ, നിങ്ങൾക്ക് ജയം തരുവാൻ സമയമായി. ബാരാക്കിനെ വിളിക്ക്. ചില നിങ്ങൾക്കുള്ള ആൾക്കാരെ ഒന്ന് ഒരുമിച്ച് കൂട്ട്. നിങ്ങൾ അല്പമേ ഉള്ളൂ എന്ന് പറയരുത്. നിങ്ങൾ ചെറുതാണ് എന്ന് നിങ്ങൾ പറയരുത്. യഹോവയായ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ഈ ശത്രു സൈന്യത്തെ നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എപ്പോഴും ദൈവം ഇങ്ങനല്ലേ? എന്തുകൊണ്ടാ മല്ലനായ ദാവീദിന്റെ മുൻപിൽ ചെന്നപ്പോൾ, ഗോലിയാത്തിന്റെ മുൻപിൽ ചെന്നപ്പോൾ ദാവീദിന് ഇത്ര ധൈര്യം? എന്തുകൊണ്ട്? പെട്ടെന്ന് എവിടെ നിന്നോ അവന്റെ മേൽ കയറിയ ഒരു ശക്തിയായിരുന്നു അത്. അല്ല, അപ്പന്റെ ആടുകളെ മേയ്ക്കാൻ പോകുന്ന ഇടത്ത് അവനെ ആരും കാണുന്നില്ല, അവനാരും മാർക്കിടുന്നില്ല. ഒരു മനുഷ്യന്റെയും കണ്ണവനെ കാണുന്നില്ലെങ്കിലും നിരന്തരമായി ആരാധിച്ച ഒരു ദാവീദ്, ഹല്ലേലൂയ, തന്റെ ആട്ടിൻ കൂട്ടത്തിന്റെ നേരെ ആക്രമിക്കാൻ വന്ന ആ സിംഹത്തെയും കരടിയെയും വലിച്ചു കീറിയപ്പോൾ തന്റെ ജീവിതത്തിൽ ജ്വലിച്ചു വന്ന ദൈവകൃപയുടെ ഒരു നിലവാരം, ഹല്ലേലൂയ, വെറുതെ വരത്തില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു കാറ്റടിച്ച് ഞാൻ പെട്ടെന്ന് അങ്ങ് എവിടെ നിന്ന്, കിഴക്ക് നിന്നല്ല, വടക്ക് നിന്നല്ല, യഹോവയായ ദൈവമത്രേ നിന്നെ ഉയർത്തുന്നത്. ഒരു മനുഷ്യന്റെ കണ്ണും നിന്നെ കാണുന്നില്ല എങ്കിലും രഹസ്യമായി നിന്നെ കാണുന്ന ദൈവം പരസ്യമായി നിന്നെ മാനിക്കുവാൻ വിശ്വസ്തനത്രേ. ദൈവത്തോടു കൂടിയ നിന്റെ നടപ്പ് എങ്ങനെ? ഹല്ലേലൂയ. അതുപോലെ അങ്ങനെ എന്നും ആരാധിച്ച ദാവീദ്,
എന്നും ശത്രുക്കളോട് നേരിട്ട ദാവീദ്, എന്നും ദൈവത്തെ ഉയർത്തിപ്പിടിച്ച ദാവീദ്, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ മുട്ടുകുത്താത്ത ദാവീദിനെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. അങ്ങനെ പതിവ് പോലെ ഒരു ദിവസം സഹോദരന്മാർക്ക് ഭക്ഷണവുമായി കടന്നുപോയ ദാവീദിന്റെ മുൻപിൽ ദൈവജനത്തെ വെല്ലുവിളിക്കുന്ന, ഇസ്രായേലിന്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഒരു മല്ലനെ കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദിനെ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിഞ്ഞില്ല. അവനാരും സ്റ്റേജ് കൊടുക്കണ്ട, ആരും മൈക്ക് കൊടുക്കണ്ട. ശൗലിന്റെ പടച്ചട്ട അവന് ശീലവുമല്ല. എന്നാൽ ഇസ്രായേലിന്റെ ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം പുലർത്തിയ ദാവീദിന് ഈ മല്ലന്റെ വെല്ലുവിളി സഹിക്കുവാൻ കഴിഞ്ഞില്ല. അഗ്രചർമ്മിയായ ഫിലിസ്ത്യനെ, ഇസ്രായേലിന്റെ ദൈവത്തെയും സൈന്യത്തെയും വെല്ലുവിളിക്കുന്ന അഗ്രചർമ്മിയായ ഫിലിസ്ത്യനെ യഹോവയായ ദൈവത്തിന്റെ പേരിൽ ഞാൻ നിനക്കെതിരെ വരുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി ഏറ്റുമുട്ടിയ ദാവീദ്. ഓർക്കണം, പെട്ടെന്നല്ല ഒന്നും സംഭവിക്കുന്നത്. അല്പത്തിൽ വിശ്വസ്തരെ അധികത്തിന് കാര്യവിചാരകത്വം ഏൽപ്പിക്കുന്ന ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് എന്ന് മറന്നു പോകരുത്. ഇവിടെ ദബോരയോട് പെട്ടെന്ന് ഈ കാര്യം ദബോര പെട്ടെന്ന് പറയുക. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവളുടെ പ്രാർത്ഥനാ മുറിയിൽ സംഭവിച്ച കാര്യമാ. എന്താണെന്നറിയാമോ? ദേശത്ത് വലിയ ഭാരം, യുദ്ധത്തിന്റെ ധ്വനിയാണ്, ഭീതിയാണ്, അടിമത്വത്തിൽ. ഒരാഴ്ച, രണ്ടാഴ്ച, ഒരു മാസത്തിന്റെ കാര്യമല്ല. 2 വർഷം കോവിഡിന്റെ ബാധ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അല്ലേ സഭകളെല്ലാം പൂട്ടിപ്പോയി. ഒരല്പമായി നമുക്കൊരു ടേസ്റ്റ് കിട്ടിയതായിരുന്നു. എന്തായിരുന്നു? സഭകളിൽ ഒരുമിച്ച് നമ്മൾ ആരെയും വിചാരിച്ചതാണോ അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്? സഭകൾ അടഞ്ഞു പോയ ഒരു കാലഘട്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതിന്റെ നടുവിൽ ഒരു ദൈവശബ്ദം അവൾ കേൾക്കുകയാണ്. ഇങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്. അന്നേരവും ഞാൻ ഈ സഹോദരിയുടെ ആ മനസ്സിലാക്കൽ, ആ കാലത്ത് ജീവിച്ച സഹോദരിയുടെ മനസ്സിലാക്കലിനെ ഞാൻ മാനിക്കുകയാണ്. ദൈവത്തിന്റെ വഴികളെ മാനിക്കുക. എന്നാ കുതിരപ്പുറത്ത് കയറി ഞാൻ തന്നെ അങ്ങ് ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചോ? പ്രായത്തിൽ ഇളയതാണെങ്കിലും ഒരു സഹോദരനെ വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കല്ലയോ വെളിപ്പാട് കിട്ടിയത്, എന്നാ പിന്നിനെയും ബാക്കി മൊത്തം ഞാനങ്ങ് ചെയ്തേക്കാമെന്നല്ല. ആത്മാവിൽ തുടങ്ങുന്നത് ആത്മാവിനാൽ തന്നെ മുൻപോട്ട് പോകുവാനുള്ള കൃപ ദൈവം നമുക്ക് തരട്ടെ. ഹല്ലേലൂയ. അതിനകത്ത് ജഡം കയറി വരരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രമാണങ്ങൾ എല്ലാ കാലത്തും മുറുകെ പിടിച്ച് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് ദൈവത്തിന്റെ പദ്ധതികളിൽ മുന്നേറുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അവള് ബാരാക്കിന് ആ വിളി കൊടുത്തു, നീ ഒരു കാര്യം ചെയ്യ്, ഒരു 10,000 പേരെയും കൊണ്ട്. 10,000 ഇവരുടെ മുമ്പിൽ ഒന്നുമല്ല. അയൺ ഏജ് ആണ് ആ ചാരിയറ്റ്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ സംഗതികളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സാധനമാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത്. ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട്? ആയുധങ്ങളുണ്ടോ? ഒന്നുമില്ല. 10,000 പേരെയും പിടിച്ചോണ്ട് അവിടെ വന്ന് നിൽക്കാമോ? 7-ാം വാക്യം. അവള് കേട്ട ദൈവശബ്ദം കേട്ടോ. അവള് പറഞ്ഞു തുടങ്ങുന്നത് തന്നെ എങ്ങനാ? ഇംഗ്ലീഷിൽ അത് ഇങ്ങനെ, ബിഹോൾഡ് ദ ലോർഡ് ദ ഗോഡ് ഓഫ് ഇസ്രായേൽ ഹാസ് കമാൻഡഡ്. മലയാളത്തിലെ ടുവേർഡ്സ് ദി എൻഡ് ആണെന്ന് തോന്നുന്നു. മോൾ ഒന്നുകൂടെ അത് വായിക്കാമോ? 6-7. അവൾ അബിനോവാമിന്റെ മകനായ ബാരാക്കിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ച് അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബുലൂന്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീന്റെ സേനാപതി സീസരെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അത് കണ്ടോ? ഇത് പുള്ളിക്കാരത്തിക്ക് ഒരു തോന്നലുണ്ടായി എന്നല്ല പറയുന്നത്. നിങ്ങൾക്കത് മനസ്സിലാക്കാമോ? ഇത് വെറും ഒരു കഥയാണോ? ഹല്ലേലൂയ. ഇത് വെറും ഒരു കഥയാണോ? ഇതൊരു ചരിത്ര സംഭവമാണ്. ഹല്ലേലൂയ. ലിറ്ററലി ഇന്ന് നിങ്ങളും ഞാനും ഒക്കെ ഇവിടെ ഒരുമിച്ച് വന്ന് ഇങ്ങനെ ഒരു സെമിനാർ നടക്കുന്നെന്ന് പറയുന്നത് പോലെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണിത്. അവള് ദൈവശബ്ദം കേൾക്കുകയാണ്. ബാരാക്കേ, ഇസ്രായേലിന്റെ ദൈവം, ഞാൻ പറയുക,
അന്തിമ നാളുകളിൽ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, അല്ലേ, അവര് ദർശനങ്ങളെ കാണുമെന്ന് പറയുമ്പോൾ ഇന്ന് ഇതുപോലെ ദൈവശബ്ദം പ്രതിസന്ധികളുടെ നടുവില് അടുത്ത കാര്യം ഇങ്ങനെയാ ചെയ്യേണ്ടുന്നത് എന്ന് ദൈവശബ്ദം കേൾക്കുന്ന എത്ര സഹോദരിമാർ ഇന്നിവിടെയുണ്ട്? ഹല്ലേലൂയ! എത്ര സഹോദരിമാരിവിടെയുണ്ട്? കർത്താവിന്റെ ആദ്യത്തെ വരവിങ്കൽ ദേവാലയത്തിൽ രാപ്പകൽ കാത്തിരുന്ന് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ഇരുന്ന അന്നാ പ്രവാചകിയെ പോലെയുള്ള എത്ര സഹോദരിമാരിന്ന് ദൈവസഭകൾക്കകത്തുണ്ട്? നിന്റെ കണ്ണ് എന്റെ രക്ഷയെ കാണുമെന്ന് ശിമിയോനോടും അന്നായോടും ദൈവം ഇടപെട്ടതുപോലെ എത്ര സഹോദരിമാരിന്ന് ദൈവസഭകൾക്കകത്തുണ്ട്? ഓടി വന്ന് പാസ്റ്റർ എന്ത് കാര്യം ഇവിടെ തുടങ്ങിയാലും ഞാനുമുണ്ട് പാസ്റ്ററെ, ഓൾ നൈറ്റ് പ്രയർ വെക്കാം, ഞാനുമുണ്ട് പാസ്റ്ററെ, അവിടെ സുവിശേഷം പറയാൻ പോവാം, ഞാനുമുണ്ട് പാസ്റ്ററെ ഇങ്ങനെ ഭാരപ്പെടണ്ട, കർത്താവ് ഇങ്ങനെ സംസാരിച്ചു, ഈ വചനം തന്നു, ഇങ്ങനെ പറഞ്ഞു, സഹോദരിമാരുടെ യോഗം കൂടി, അല്ലേ, ഇവിടെ കയറി വന്ന് വാടകയ്ക്കുള്ളതല്ലല്ലോ, നമ്മുടെ ഹോളല്ലേ, അല്ലേ, നമ്മുടെ ഹോളല്ലേ, ഇന്ന സമയത്തെ ഇവിടെ വരാവുന്നുണ്ടോ? നമ്മളൊരു ദൈവശബ്ദം കേട്ടിട്ട് വന്ന് പാസ്റ്ററങ്ങളോടും ആൻറ്റിയോടും പറയുക, ആൻറ്റി നമുക്ക് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാം ആൻറ്റി, രാത്രി മുഴുവൻ നമുക്ക് പ്രാർത്ഥിക്കാം ആൻറ്റി. നമ്മൾ ഒരു മനപ്പെട്ട്, കർത്താവ് പറഞ്ഞില്ലേ, രാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിന്റെ കൈവശം ഏൽപ്പിക്കുക, നീ പൂട്ടിയാ അത് പൂട്ടിയതാ, ഹല്ലേലൂയ, നീ തുറന്നു വിട്ടാൽ അത് തുറന്നു വിട്ടതാ. എന്തിയെ ഈ താക്കോല്? ഇന്ന് ദൈവസഭയുടെ കയ്യിൽ ഈ താക്കോലുണ്ടോ? ഹല്ലേലൂയ! നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുമിച്ച് ഇവിടെ കൂടി വരാം. ഹല്ലേലൂയ! മനോഹരമായ ആലയം, മനോഹരമായ പരിസരം കർത്താവ് നമുക്ക് തന്നിട്ടില്ലേ? ഹല്ലേലൂയ! കർത്താവിന്റെ ഒന്നാമത്തെ വരവിന് മുൻപേ രാപ്പകൽ വിധവയായിരുന്ന, ചെറിയ പ്രായത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട് ജീവിതത്തിൽ എന്തോരം നിരാശയ്ക്ക് കാരണമായി തീരണ്ടെന്ന ആ സഹോദരി അവളുടെ ജീവിതം മുഴുവൻ, എത്ര 84 വയസ്സെന്ന് കണ്ടല്ലേ അവിടെ പറഞ്ഞേക്കുന്നേ, അവള് ദേവാലയത്തിനകത്തിരുന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ! 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 ഇസ്രായേലിനൊരു ആദ്യത്തെ പ്രവാചകൻ ജനിച്ചത് എങ്ങനാ? ഹൃദയത്തിൽ കുത്തുകൊണ്ട് ഓടി വന്ന്, അവിടെ അന്നേരം പ്രാർത്ഥനാ യോഗവും ഉപവാസ പ്രാർത്ഥനയൊന്നും വെച്ചിട്ടില്ല, ആലയത്തിനകത്തേക്ക് ഓടി വന്ന ഒരു ഹന്ന, ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ട് അവൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഏലി പുരോഹിതൻ കണ്ടപ്പോ എന്തു ഓർത്തത്? ഇവള് അവിടെ പ്രയർ മീറ്റിംഗ് ഒന്നും വിളിച്ചു കൂട്ടിയിട്ടൊന്നുമില്ല, അല്ലേ, അവിടെ ദൂത് പറയാന് പ്രവാചകനോ പ്രാസംഗികനോ ആരും വന്നിട്ടില്ല. ദൈവസഭയുടെ ഈ ചിട്ടകൾ ഈ നാളുകളിൽ മടങ്ങി വരട്ടെ. ദേവാലയത്തിനകത്തുള്ള ഈ വെളിച്ചം കെടാതെ വണ്ണം, ഹല്ലേലൂയ, ഓൾട്ടർ യാഗപീഠത്തിന്റെ മേലുള്ള തീ കെട്ടുപോകരുത്, കെട്ടുപോകരുത്. യാഗപീഠങ്ങളില്ല, ഞാൻ പറയട്ടെ, ചർച്ചിനകത്തുള്ള ബൾബ് അണഞ്ഞു പോകരുത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! നമുക്കൊന്ന് ആഗ്രഹിക്കാൻ പറ്റുമോ? നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കർത്താവേ, രാപ്പകൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുവാൻ, ഞങ്ങളുടെ കുടുംബം ഒരുങ്ങുവാൻ, ഞങ്ങളുടെ സഭ ഒരുങ്ങുവാൻ, ഞങ്ങളുടെ ദേശം ഒരുങ്ങുവാൻ, രാജ്യങ്ങൾ ഒരുങ്ങുവാൻ ഇതാ ഞങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ചുരുക്കി പറയാം, ഇവളിങ്ങനെ പറഞ്ഞു, അതിനെ എന്താ, എന്തൊരു ധൈര്യമാ, എന്തൊരു ധൈര്യമാ ഒരു സ്ത്രീക്കോ, ഒരു സ്ത്രീക്കോ. ഹല്ലേലൂയ! എന്തുകൊണ്ടാണെന്നറിയാമോ? ദൈവത്തിന്റെ അതേ സാദൃശ്യത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ! ഗലാത്യ ലേഖനം പഠിപ്പിക്കുമ്പോൾ എന്തുവാ പറയുന്നത്? ഇത് പഴയ നിയമത്തിലെ സംഭവമാണെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു പോവുക. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാല് ആ പുതിയ സൃഷ്ടി, അല്ലേ? അത് കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. വേറെ ഒരെണ്ണം എന്തുവാ പറയുന്നത്? ക്രിസ്തുവിലായി കഴിഞ്ഞാൽ യഹൂദനെന്നില്ല, യവനനെന്നില്ല. പിന്നെന്തുവാ ആ ലിസ്റ്റിൽ എന്തൊക്കെയുണ്ട്? ഇംഗ്ലീഷിലായിരിക്കും, there is neither free nor slave, no Jew nor Gentile, no male or female. Hallelujah! പുരുഷനെന്നോ സ്ത്രീയെന്നോ ക്രിസ്തുവിൽ, അതായത് ആത്മാവില്. ഹല്ലേലൂയ! ഹല്ലേലൂയ! സ്ത്രീ ആയതുകൊണ്ട് ആത്മാവിനെ കുറച്ചാണോ തരുന്നത് നമുക്ക്? കൃപാവരങ്ങളെ രണ്ടാം തരത്തിലുള്ളതാണോ ദൈവം നമുക്ക് തരുന്നത്? ഹല്ലേലൂയ!
ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്ലോ ആയിട്ടേ പോകത്തുള്ളെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഗലാത്യ ലേഖനം ആർക്കെങ്കിലും കിട്ടിയോ? അത് 3:11 കൊലോഷ്യൻസ് ആണ് മക്കളെ. ഓക്കെ. There is another one. ഇത് എവിടെയാ? ഗലേഷ്യൻസ് 3. ഇതാ ഞാൻ ഉദ്ദേശിച്ചത്. ഗലേഷ്യൻസ് 3:28 ഒന്ന് വായിക്കാമോ? അതെ, നിങ്ങൾ എല്ലാവരും അതിന്റെ 26 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. കണ്ടോ? ക്രിസ്തുയേശുവിൽ നമുക്കിപ്പോ ഒരു 5 മിനിറ്റിലേക്ക് നിർത്താമേ, ബ്രേക്ക് എടുക്കുക. ക്രിസ്തുയേശുവിൽ നിങ്ങൾ എല്ലാവരും എന്താണ്? ദൈവത്തിന്റെ മക്കളാകുന്നു. അതാ പറയുന്നത്. ക്രിസ്തുയേശുവിൽ അല്ലേ? നമ്മുടെ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവിലും കൃപാവരങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനയിലും ഇങ്ങനെ നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കാനുള്ള കഴിവിലും ഇതിലൊന്നും ഒരു വ്യത്യാസവും നിങ്ങൾ സ്ത്രീകളാണെന്ന് പറഞ്ഞ് ദൈവം വെച്ചിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിനകത്തും അല്ല സഭയ്ക്കകത്തും ഒക്കെ ദൈവം തന്നിരിക്കുന്ന ദൈവിക ക്രമത്തിലൊന്ന് ഒതുങ്ങി നിൽക്കണം എന്നുള്ളതേ ഉള്ളൂ. ആത്മാവിന്റെ തലത്തിനകത്ത് ദൈവം ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. ഹല്ലേലൂയ. അതാ ഇവിടെ പറയുന്നത്. എന്തുവാ പറഞ്ഞത്? 26 ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതാ എല്ലാവരും 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 എന്ന് പറയുക. നിങ്ങൾ സ്നാനപ്പെട്ട എല്ലാവരും നിങ്ങൾ ക്രിസ്തുവിനോട് ചേർന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല. അന്നത്തെ വലിയ വിഷയം അതാണല്ലോ. യഹൂദന്മാർ അവരെന്തോ ഹൈ കാറ്റഗറി ആണെന്നും ബാക്കിയുള്ള ഒരു ജാതികളിൽ നിന്നാണ് അവർ ലോ കാറ്റഗറി ആണെന്ന് പറഞ്ഞ് വലിയ വേർതിരിവുള്ള കാലഘട്ടമായിരുന്നു. അപ്പൊ ഈ ഗലാത്യർ അറിയാമല്ലോ, ഇത് ലീഗലിസത്തിന് എഗൻസ്റ്റ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ലെറ്റർ ആണ്. ലീഗലിസം എന്ന് പറയുമ്പോൾ ഈ ന്യായപ്രമാണം, വിശ്വാസത്താലാണ് രക്ഷ എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കെ ന്യായപ്രമാണം കൂടെ കൂട്ടിച്ചേർത്താലേ നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ജാതികളിലേക്ക് അധികം നിബന്ധനകൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന് എഴുതിയിരിക്കുന്ന ഒരു ലേഖനമായത്. അപ്പൊ ഇവിടെ പറഞ്ഞ എന്തുവാ? There is neither യവനനെന്നുമില്ല, ദാസനും സ്വതന്ത്രനുമെന്നില്ല. ദാസനെന്നും സ്വതന്ത്രനെന്നും ഒരു വേർതിരിവ് ക്രിസ്തുവിലില്ല. ആണും പെണ്ണുമെന്നുമില്ല. അത് ശ്രദ്ധിച്ചോ നിങ്ങൾ? ഇനി ഇതും പറഞ്ഞുകൊണ്ട് നമ്മള് സഭയിലും വീട്ടിലും വഴക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ പഠിപ്പിച്ചതാന്ന്, ദുരുപദേശം പഠിപ്പിച്ചതാന്ന് ആരും പറയരുത്. ഞാൻ പൂർണ്ണമായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ക്രമത്തെ 100% ജീവിതത്തിൽ പറ്റുന്നിടത്തോളം ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്, സഭയിലും വീട്ടിലുമെല്ലാം. ഇത് പറയുന്ന അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കണേ. ക്രിസ്തുവിൽ. അപ്പൊ എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ദൈവം ദബോരയോട് സംസാരിച്ചു എന്ന് പറയുകയാ. ഹല്ലേലൂയ. അല്ലേ? സഹോദരന്മാർക്ക് ദൈവം അവിടെ മുൻഗണന കൊടുക്കുന്നു എങ്കിലും അങ്ങനെ ദൈവശബ്ദം കേൾക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളെ അവിടെ കണ്ടെത്തിയില്ല എന്നുണ്ട് എങ്കിൽ ഈ സഹോദരിയോട് ദൈവം ഇടപെടുകയാണ്. ഹല്ലേലൂയ. അല്ലേ? നമുക്ക് വീണ്ടും മടങ്ങി അങ്ങോട്ട് വരാം. അങ്ങനെ എന്ത് സംഭവിച്ചു? നിങ്ങൾക്ക് ആ ചരിത്രം അറിയാവുന്നത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ബാരാക്ക് പറഞ്ഞു നീയും കൂടെ, 8-ാം വാക്യത്തിൽ പറഞ്ഞു, ബാരാക്ക് അവളോട് നീ എന്നോട് കൂടി വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകുകയില്ല എന്ന് പറഞ്ഞു. ഒരു അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സഹോദരി പോലെയാ. അപ്പൊ എന്താ പറഞ്ഞേ? അല്ലേ? ഹല്ലേലൂയ. ഇന്ന് ആത്മീയ മാതാക്കൾക്ക് സഭയ്ക്കകത്ത് വലിയ റോള് ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു വീടിനകത്ത് ഒരു അപ്പനും അമ്മയും കൂടെ അല്ലേ മക്കളെ വളർത്തുന്നേ? അത് ദൈവം തന്ന ഒരു ഡിസൈൻ അല്ലേ എന്ന് പറയുന്നത് പോലെ സഭയ്ക്കകത്ത് എല്ലാം പാസ്റ്റർ ചെയ്തോളും എന്ന് പറഞ്ഞു വെച്ചേച്ച് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനല്ല. അല്ലേ? സഭയ്ക്കകത്ത് ആത്മീയ മാതാക്കൾ ദൈവം ആഗ്രഹിക്കുക. അല്ലേ? പറഞ്ഞു എന്താ? ഒരമ്മയുടെ സ്നേഹം, സംരക്ഷണം, ധൈര്യം, അതിന്റെ കീഴിൽ വളരുന്ന മക്കളെ പോലെ. ഹല്ലേലൂയ. ബാരാക്ക് എന്തോ പറഞ്ഞു, ഞാൻ പോകാം, എന്തോ വേണം, അമ്മച്ചി പ്രാർത്ഥിക്കണം.
ഞാൻ പോകാം. അമ്മച്ചി എനിക്ക് വേണ്ടി നിൽക്കണം. അയ്യോ മോനെ നീ പോയാൽ എങ്ങനെയാ, നിന്നെ അയ്യോ എനിക്ക് നിന്നെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കരയുന്ന അമ്മമാരാണെങ്കിൽ പിന്നെ ഏതേലും പിള്ളേർ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങോ? ഇറങ്ങോ? അമ്മമാർക്ക് വലിയൊരു റോള് ദൈവം കൊടുത്തിരിക്കുക. അങ്ങനെ എന്തുവാ നമ്മൾ അവിടെ വീണ്ടും കാണുന്നത്? അതിന് അവൾ, ഞാൻ നിന്നോടുകൂടെ പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസരയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് മതി മക്കളെ. ചരിത്രം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അധികം വിവരിക്കുന്നില്ല. എന്താണ് സംഭവിച്ചത്? അവര് യുദ്ധത്തിന് പോയി അല്ലേ? ബാരാക്ക് തന്നെ ഫ്രണ്ടിൽ നിന്നു, ദബോര കൂടെ നിന്നു. ഹല്ലേലൂയ. ആ യുദ്ധം അവർ ജയിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. എത്ര കാലം അടിമത്വത്തിൽ കടന്നാലും ഒരു വ്യക്തി ദൈവത്തിന് കരങ്ങളിൽ കെട്ടിക്കഴിഞ്ഞാൽ അല്ലേ, തൻ്റെ ജനത്തെ ജയത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര വലിയ ഹാമാന്മാരെഴുന്നേറ്റാലും ഈ വംശത്തെ മുഴുവൻ ഇല്ലായ്മയാക്കി കളയുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാലും ഒരെസ്തേറുണ്ട് എങ്കിൽ, പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കുവാനും ഉപവസിക്കുവാനും ഒരെസ്തേറുണ്ട് എങ്കിലും ആ രാജ്യത്തെ മുഴുവൻ ആപത്തിൽ നിന്നും വിടുവിക്കുവാനും ആ ഹാമാനെ അവിടെ തൂക്കിക്കൊല്ലത്തക്കതുപോലെ കാര്യങ്ങളെ തിരിച്ചു വിടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മാത്രമല്ല, ഇതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച യായേൽ എന്ന് പറയുന്ന ഒരു സഹോദരിയെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ഇവിടെ നിന്ന് ഓടിച്ചു. ഇവര് യുദ്ധം ചെയ്ത് അതിനകത്ത് പരാജയമായി എന്ന് കാണുമ്പോൾ സീസറ ഓടിപ്പോയി. ആരെ എതിരേറ്റു? സീസറയെ. യായേൽ എന്ന് പറയുന്ന കൂടാരത്തിനകത്ത് വസിക്കുന്ന യായേൽ എന്ന് പറയുന്ന അവിടെയും ഒരു സഹോദരിയാണ് കാണുന്നത്. അവൾ എന്താ ചെയ്തു? യായേൽ സീസരെ എതിരേറ്റു ചെന്ന് അവനോട്, ഇങ്ങോട്ട് കയറിക്കൊള്ളുക. അത് മതി മക്കളെ. അത് ഇനി നമ്മൾ വിവരിച്ച ഒത്തിരി സമയം എടുക്കും. നമുക്ക് അതുകൊണ്ട് അവിടെ പോകുന്നില്ല. പക്ഷെ അത് നിങ്ങൾ വായിക്കണം. എല്ലാവർക്കും അറിയാം, എന്നാലും ഒന്നുകൂടെ വായിക്കണം അല്ലേ? അവനെ കൊല്ലുകയാണ്. ഗോലിയാത്തിനെ എങ്ങനാണോ ദാവീദ് സംഹരിച്ചത് അതുപോലെ അവനെ ഇല്ലായ്മയാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ കാലത്ത് ആമേൻ. ഹൗ മച്ച് മോർ ഇൻ ദിസ് ന്യൂ കവനന്റ്. ഇന്ന് പുതിയ ഉടമ്പടിക്കകത്തായിരിക്കുന്ന നിങ്ങളും ഞാനും എത്രയധികം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ സെഷനിൽ നമുക്ക് നോക്കാം എങ്ങനെ പോകണം. ഇങ്ങനൊരു പണിയപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയായി തീരുന്നത് എങ്ങനെ, അതിന് ദൈവം വെച്ചിരിക്കുന്ന പടികൾ എന്തൊക്കെ എന്ന് ചുരുക്കമായി ഒന്ന് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ നമുക്കതിന് സമയമെടുക്കണം. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ട് എങ്കിൽ, കാരണം ഞാൻ ഈ പറയുന്നത് പോലെ ബൈ പ്രൊഫഷൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പോൾ സഹോദരിമാർ അവരുടെ ശാരീരികമായിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ്. മാത്രമല്ല, ഞാൻ വർഷങ്ങൾ ഈ ഒരു മേഖലയ്ക്കകത്ത് നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും ബന്ധങ്ങളിലും ഒക്കെ ഒരുപാട് സമ്മർദ്ദങ്ങളും വൈകല്യങ്ങളും കൊണ്ടു നടക്കുന്നവരാണ് സഹോദരിമാർ. അതാണ് പലപ്പോഴും രോഗങ്ങളായിട്ട് ശരീരത്തിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കാരണം ഞാൻ പോയി കൗൺസിലിംഗ് കോഴ്സ് പഠിച്ച് കൗൺസിലിംഗ് നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസർ, കാരണം നമ്മൾ ഉച്ച തിരിഞ്ഞുള്ള സെഷൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊരു ഇച്ചിരി ക്ഷീണവും ഉറക്കവും ഒക്കെയുള്ള ഒരു സമയമാണ്. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതും എനിക്ക് ഏറെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. ദൈവം ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.